എളുപ്പം ചെയ്ത് അവസാനിപ്പിക്കാം. എക്സാമ്പിൾ 30 എന്ന് പിടിക്കാം. എക്സാമ്പിൾ 30. ഡിഫറൻഷിയേറ്റ്. എക്സാമ്പിൾ 30 ഡിഫറൻഷിയേറ്റ്. y is equal to ലെമിന വന്നാ ലെമിന ഇല്ല. y is equal to root of x minus 3 into x square plus 4 all divided by 3x square plus 3x square plus 4x plus 5. ഈ സംസാരമില്ല കേട്ടോ. ഇങ്ങനത്തെ ഒരു സാധനമാണ് നമ്മളോട് എന്ത് ചെയ്യാൻ പറയുന്നത്, ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറയുന്നത്. നന്നായി ശ്രദ്ധിക്കും. അപ്പോ y ഈക്വൽ ടു റൂട്ട് എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ എത്രയാ പവർ? റൂട്ട് എന്ന് പറഞ്ഞാൽ റൂട്ട് 2. അപ്പൊ പവർ ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? 2 റേസ് ടു നമുക്ക് പറയട്ടാ 1/2. അപ്പൊ ആദ്യം ഈ ഫംഗ്ഷനെ മാഷ് ആ 1/2 എഴുതുന്നത്. ഇതിന്റെ dy/dx ആണ് കാണുന്നത് കേട്ടോ. സോ y ഈക്വൽ ടു വലിയൊരു ബ്രാക്കറ്റ് ഇട്ടു. ബ്രാക്കറ്റിന്റെ ഉള്ളിൽ x minus 3 into x square plus 4 all divided by 3x square plus 4x plus 5 all raised to എത്രയാണ്? 1/2. ഈ ഫോമിലേക്ക് മാറ്റി. ഇത് നമുക്കറിയാം. ഇവിടെ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? അല്ല. ഭയങ്കര വലിയ ഫംഗ്ഷനാണോ വരുന്നത് അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? രണ്ട് ഭാഗത്തും ലോഗ് അപ്ലൈ ചെയ്യാം. ലോഗ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? ലോഗ് y is equal to ലോഗ് ഇത് മൊത്തം x minus 3 into x square plus 4 all divided by 3x square plus 4x plus 5 all raised to എത്രയാ? 1/2. കൂടെ ചെയ്ത് പോകുന്നോട്ടാണ് കൂടെ ചെയ്തത്. ഇതിപ്പോ ഏത് ഫോർമാറ്റിൽ എടുക്കണേ? ലോഗ് a raised to b. ലോഗ് a raised to b എന്താ? ലോഗ് a raised to b എന്താ? ഇത് a raised to b എന്താ? b into log a അല്ലേ? അപ്പൊ എന്ത് വരും? log y is equal to b ക്ക് പകരം എന്ത് കൊടുക്കാം? 1/2 into log x minus 3 into x square plus 4 all divided by 3x square plus 4x plus 5. ഈ ഒരു ഫോമിലേക്ക് മാറിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക. നെക്സ്റ്റ് log y is equal to 1/2 മാഷോടെ നിർത്തി വലിയൊരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. ഇവിടെ ശ്രദ്ധിച്ചേ. ഇതിപ്പോ എന്താ വരുന്നത്? ലോഗ് മുകളിലുള്ളത് ബൈ എവിടെയുള്ളത്? താഴേക്ക്. എന്താ? ലോഗ് a by b. log a by b എന്താ സൈൻ? log a by b. a by b log a minus log b. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ശ്രദ്ധിക്കുക. എഴുതാൻ പറ്റും. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. log a ക്ക് പകരം ആരാ? a ക്ക് പകരം log x minus 3 into x square plus 4. അത്രയും സാധനങ്ങളില്ലേ a ക്ക് പകരം? ഉണ്ടോ? ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് log a minus log b. log b ക്ക് പകരം ആരാ? 3x square plus 4x plus 5. ഐഡിയ മനസ്സിലായോ? ഇത് പക്ഷോടെ ഒന്ന് എഴുതാം. ലോഗ് വേണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് വീട്ടിൽ പോയിട്ട് മനസ്സിലാക്കാൻ പെട്ടെന്ന് ബുദ്ധിമുട്ട് വരുന്നവർക്കൊക്കെ വേണമെങ്കിൽ മാർക്ക് ചെയ്തിടാം. ലോഗ് എ ബൈ ബി ഫോർമാറ്റിലാണ്. അപ്പൊ എക്ക് പകരം ഈ സാധനം മുഴുവൻ അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ എന്ത്? ലോഗ് എ മൈനസ് ലോഗ് ബി അല്ലേ? മനസ്സിലായോ? പ്രശ്നമില്ലല്ലോ. ഈ രണ്ട് ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇപ്പൊ ലോഗ് വൈയുടെ ഡിഫറൻഷ്യൽ എന്താ? 1/y into dy by dx is equal to 1/2 നെ മാറ്റി നിർത്തി. ഒരു മിനിറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു സ്റ്റെപ്പ് കൂടെ ആഡ് ചെയ്യാം. എന്തായിരിക്കും ഒരു സ്റ്റെപ്പ് കൂടെ ആഡ് ചെയ്യാനുള്ളത്? ലോഗ് a into b ഫോർമാറ്റിലാണ് അല്ലേ ഇത് എടുക്കുന്നത്. ലോഗ് a into b അങ്ങനെ ചെയ്യാം. ലോഗ് a പ്ലസ് ലോഗ് b. അപ്പൊ എന്ത് വരും? ലോഗ് y is equal to 1/2 into ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ലോഗ് a ക്ക് പകരം എന്താ? x minus 3 പ്ലസ് ലോഗ് b ക്ക് പകരം എന്താ? x square plus 4 മൈനസ് അവിടെയുള്ള ആ ഒരു ടേം കൂടെ നമ്മൾ മാർക്ക് ചെയ്യും. ഓക്കെ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം? ഇനി ഇവിടെ വരെ എഴുതി അവിടെ പ്രത്യേകിച്ച് വേറെ കാൽക്കുലേഷൻസ് ഒന്നും ഇല്ല. സിമ്പിൾ ആയിട്ടുള്ള എന്താണ് ലോഗരിതത്തിന്റെ കാൽക്കുലേഷൻസ് ആണ് വരുന്നത്.
ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ്. ലോഗ് എ റൈസ് ടു ബി എന്താണ്? ബി ഇൻറ്റു ലോഗ് എ, ലോഗ് എ ഇൻറ്റു ബി എന്താ വരുന്നത്? ലോഗ് എ പ്ലസ് ലോഗ് ബി, ലോഗ് എ ബൈ ബി ഇതാണ് കുറച്ച് ഇതാണ് അല്ലേ? ലോഗ് എ മൈനസ് ലോഗ് ബി അല്ലേ? വീഡിയോ ഫ്രണ്ടിക്ക് കണ്ടു കഴിഞ്ഞാൽ ചെയ്യട്ടെ. ഇനി എന്ത് ചെയ്യാം? നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം? ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ലോഗ് വൈയുടെ ഡിഫറൻഷ്യൽ എന്താ? 1/y ഇൻറ്റു വൈയുടെ ഡിഫറൻഷ്യൽ മാർക്ക് ചെയ്യണം. എന്താണ് വരിക? dy by dx ഈക്വൽ ടു 1/2 ഇൻറ്റു log x മൈനസ് 3 യുടെ ഡിഫറൻഷ്യൽ. log x ന്റെ ഡിഫറൻഷ്യൽ എന്താ? log x ന്റെ ഡിഫറൻഷ്യൽ എന്താ? 1/x. അപ്പോൾ log x മൈനസ് 3 യുടെ ഡിഫറൻഷ്യൽ എന്താ? 1/x മൈനസ് 3 പ്ലസ് വീണ്ടും 1/x² പ്ലസ് 4. അപ്പൊ ആരുടെ ഡിഫറൻഷ്യൽ ആയിട്ടുള്ളൂ? ലോഗിന്റെ ഡിഫറൻഷ്യൽ ആയിട്ടുള്ളൂ അല്ലെ? ഇനി ആരുടെ ഡിഫറൻഷ്യൽ കൂടെ എഴുതണം? അതില് x² പ്ലസ് 4ന്റെ ഡിഫറൻഷ്യൽ കൂടെ എഴുതണം. x² പ്ലസ് 4ന്റെ ഡിഫറൻഷ്യൽ എന്താ വരിക? x² ന്റെ ഡിഫറൻഷ്യൽ എന്താ? പറയട്ടെ എല്ലാവരും. x² ന്റെ ഡിഫറൻഷ്യൽ എന്താ? 2x അല്ലേ? പിന്നെ 4ന്റെ ഡിഫറൻഷ്യൽ ആണ്. അത് എത്രയാണ്? 0. നമ്മൾ എഴുതണോ? വേണ്ട. അപ്പൊ 2x നിർത്താം. മൈനസ് വീണ്ടും ഒരു ലോഗ് ഉണ്ട്. അപ്പൊ 1 ലോഗിന്റെ ഉള്ളിലുള്ള സംഗതി 3x² പ്ലസ് 4x പ്ലസ് 5 ബ്രാക്കറ്റ് ഇട്ടിട്ട് 3x² ന്റെ ഡിഫറൻഷ്യൽ എന്താ? കണ്ണടച്ച് പറഞ്ഞേ. 3x² ന്റെ ഡിഫറൻഷ്യൽ എന്താ? ആദ്യം ആരെ മാറ്റി നിർത്തണം? 3 നെ മാറ്റി നിർത്തണം. x² ന്റെ ഡിഫറൻഷ്യൽ അപ്പൊ എത്ര x ആ? 6x ആണോ? 6x ആണ് എന്ത് വരിക? 3x² ന്റെ ഡിഫറൻഷ്യൽ വരുന്നത് പ്ലസ് 4x ന്റെ ഡിഫറൻഷ്യൽ. 4x ന്റെ ഡിഫറൻഷ്യൽ എന്താ? 4. ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. 6x നേരെ എഴുതിയോണ്ട് കുഴപ്പമില്ലല്ലോ. 3 നെ മാറ്റി നിർത്തി. x² ന്റെ ഡിഫറൻഷ്യൽ എത്രയാ? 2x. x² ന്റെ ഡിഫറൻഷ്യൽ എത്രയാ? 2x ആണോടാ? ശരിയല്ലേ? ഇനി അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഭംഗിയാക്കിയിട്ട് എഴുതാം. അപ്പൊ ഒരു കാര്യം ചെയ്യാം. y നെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി ചെയ്യാം. dy by dx ഈക്വൽ ടു y മുകളിലേക്ക് വരും ഇൻറ്റു 1/2 1/x മൈനസ് 3 പ്ലസ് 1/x² പ്ലസ് 4. സോറി, മുകളിൽ എന്തുണ്ട്? മുകളിൽ എന്തുണ്ട്? ഒരു 2x ഉണ്ട്. പിന്നെ മുകളിൽ അവിടെ ആരുണ്ട്? 6x പ്ലസ് 4 ഡിവൈഡഡ് ബൈ 3x² പ്ലസ് 4x പ്ലസ് 5. ഇനി ആ y-ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? നമ്മുടെ ഡാറ്റ കൊടുക്കാം അല്ലെ? സോ dy by dx ഈക്വൽ ടു y-ക്ക് പകരം എന്ത് കൊടുക്കാം? y-ക്ക് പകരം എന്ത് കൊടുക്കാം? y എന്താ? ഈ സാധനല്ലേ y? അപ്പൊ y-ക്ക് പകരം റൂട്ട് ഓഫ് x മൈനസ് 3 ഇൻറ്റു x² പ്ലസ് 4 ഓൾ ഡിവൈഡഡ് ബൈ 3x² പ്ലസ് 4x പ്ലസ് 5 ഇൻറ്റു 1/2 അല്ലെ? ബാക്കിയുടെ കുറെ സാധനങ്ങളുണ്ട്. ഇൻറ്റു 1/2 ഉണ്ട്. ഈ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് 1/x മൈനസ് 3 പ്ലസ് 2x by x² plus 4 minus 6x plus 4 divided by 3x² plus 4x plus 5. ഇത്രയും സംഗതികൾ എന്താ നമ്മൾ കൊണ്ട് എത്തിക്കും. അപ്പൊ എക്സാമ്പിൾ എത്തിക്കും. ഇതിന്റെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. വലിയ ബുദ്ധിമുട്ടില്ലാത്ത ജോലിയാണ് അല്ലെ? അല്ല, മറ്റേതൊക്കെ ചെയ്ത് നോക്കുമ്പോൾ ഇതാണ് കുറച്ചുകൂടെ എന്ത് ബുദ്ധിമുട്ടായിട്ട് തോന്നും അല്ലെ? അപ്പൊ ഇതാണ് എളുപ്പം. ഇതാണ് എളുപ്പത്തോണം അല്ലെ? മറ്റേ ആളൊക്കെ വെച്ച് നോക്കുമ്പോ ഒക്കെ കണക്കാന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ അത് വേഗം ചെയ്ത് അവസാനിപ്പിച്ചു. അപ്പൊ എക്സാമിന് 30 കഴിഞ്ഞു കേട്ടോ. ആ ഒരു സെക്ഷൻ ഏകദേശം എന്താ അവിടെ തീരാറായിട്ടുണ്ട്. 31 നമ്മൾ ചെയ്തല്ലേ? 32 ചെയ്താണ്. എക്സാം 33 ചെയ്താണ്. അപ്പൊ ആ സെക്ഷൻ കഴിഞ്ഞു. എക്സസൈസിൽ ചെയ്യാത്ത കണക്കുകൾ പറഞ്ഞേ. 2 ചെയ്തിട്ടില്ലല്ലോ? 2 ചെയ്യാം. 2 മോഡലാണ്. ചോദ്യം വാങ്ങിച്ചോട്ടെ. ചോദ്യം വാങ്ങിക്കും കേട്ടോ. അടുത്ത കൂടെ ചെയ്തു പോന്നോ? ഇത് തന്നെ ചെയ്യാവുന്നുള്ളൂ. അല്ലെങ്കിൽ ചെയ്ത് അവസാനിപ്പിക്കും. അടുത്ത എക്സസൈസ് എത്രയായിരുന്നു? 5.5 കേട്ടോ. എക്സസൈസ് 5.5 രണ്ടാമത്തെ ചോദ്യമാണ് പഠിക്കുന്നത് കേട്ടോ. y equal to x minus 1 into x minus 2 all divided by x minus 3 into x minus 4 into x minus 5.
into x minus 5. Okay. കുഴപ്പമില്ലല്ലോ. നാളെ ഇത് ചെയ്തിട്ട് വരാം. അതിന് പ്രത്യേകം പറയുന്നത് കേട്ടോ. ഈ ദിവസം ചെയ്ത് തരണം കേട്ടോ. എന്തായി സെറ്റായോ? അടുത്ത് തുടങ്ങട്ടെ. ഇത് തന്നെ ചെയ്യാവുന്നല്ലേ ഉള്ളൂ. ആദ്യം എന്ത് ചെയ്യാം? ആ റൂട്ടിനെ നമുക്ക് എന്താക്കി എഴുതാം? പവർ ആക്കി എഴുതാം. അപ്പൊ എന്ത് വരും? y equal to x minus 1 into x minus 2 all divided by x minus 3 into x minus 4 into x minus 5 all raised to എന്ത് മാർക്ക് ചെയ്യണം? ഹാഫ് മാർക്ക് ചെയ്യണം. all raised to എന്ത് മാർക്ക് ചെയ്യണം? ഹാഫ് മാർക്ക് ചെയ്യണം അല്ലേ? ഇനി രണ്ട് ഭാഗത്തും എന്ത് അപ്ലൈ ചെയ്യുക? ലോഗ് അപ്ലൈ ചെയ്യുക. ജസ്റ്റ് കയറി അവിടെ ബെഞ്ച് റൊട്ടേറ്റ് ചെയ്യുന്നില്ലാണോ നിങ്ങൾ കറക്റ്റായിട്ട് വോയിസ് ഇന്നിപ്പോ ഷഫിൾ ആയതോണം അല്ലേ? നാളെ കറക്റ്റായിട്ട് ഇരുന്നോളൂ കേട്ടോ. കൃത്യമായി മാറി. അപ്പൊ എന്ത് ചെയ്യാം? രണ്ട് ഭാഗത്തും എന്ത് അപ്ലൈ ചെയ്യാം? ലോഗ് അപ്ലൈ ചെയ്യാം അല്ലേ? നേരത്തെ ചെയ്ത വ്യത്യാസം ഉണ്ടാവും. ഒരു വ്യത്യാസം എന്ത് ചെയ്യാവുന്നേ ഉള്ളൂ. ഈസിയായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അടുത്ത് ചെയ്ത് പോകാൻ തന്നെ ചെയ്യുന്നത് ചെയ്തോട്ടാ. അപ്പൊ രണ്ട് ഭാഗത്ത് ലോഗ് അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ലോഗ് ഇവിടെ എഴുതി. ഇവിടെ ലോഗ് x minus 1 into x minus 2 divided by x minus 3 into x minus 4 into x minus 5 all raised to എന്താണ്? 1/2. അപ്പൊ എന്ത് വരും? log y is equal to log a raised to b എന്താ? b into log a. ഏടെ പൊസിഷനിൽ കുറേ സാധനങ്ങളുണ്ട് അല്ലേ? x minus 1 into x minus 2 by x minus 3 x minus 4 into x minus 5. ഇനി എന്ത് ചെയ്യാം? log y is equal to 1/2 into log ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് log ഏത് ഫോർമുല എടുക്കണേ? log a by b ഫോം ആണ് അല്ലേ? ഏത് ഫോർമുല എടുക്കുന്നത്? log a by b ഫോം ആണ്. അപ്പൊ എന്താ വരിക? log a ക്ക് പകരം എന്ത് വരും? x minus 1 into x minus 2 minus log b. b ക്ക് പകരം അടിയിൽ എടുക്കുന്നത് മുഴുവൻ എഴുതണം അല്ലേ? x minus 3 into x minus 4 into x minus 5. ഇനി അതൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം അല്ലേ? log a into b ഫോർമാറ്റിലാണ് വരുന്നത് അല്ലേ? ഓക്കെ, ഇത് ഫോർമുല log a into b ഫോർമാറ്റിലാണ്. അപ്പൊ എന്ത് ചെയ്യാം നമുക്ക്? log y സംസാരിക്കുന്നത് log y is equal to 1/2 into ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇത് ഏത് ഫോർമുല എടുക്കണം നമുക്ക്? log a into b ആണോ? അപ്പൊ log ആദ്യത്തെ പ്ലസ് രണ്ടാമത്തെ. log a ക്ക് പകരം log x minus 1 plus log x minus 2. ഇനി എന്ത് ചെയ്യണം? നടുക്കിലൊരു മൈനസ് ഉണ്ട്. ആ മൈനസ് മാർക്ക് ചെയ്തു. എന്നിട്ട് എന്ത് ഓപ്പൺ ചെയ്യണം? അടുത്ത ലോഗ് എന്താ വരുന്നത്? log a into b into c ആണ് അല്ലേ? അപ്പൊ നമ്മൾ എഴുതാൻ പോണത് log a plus log b plus log c. log ഉണ്ട് കേട്ടോ. പക്ഷെ അത് ചുമ്മാ എഴുതരുത്. എന്തിട്ട് കൊടുക്കണം? നടുക്കിൽ മൈനസ് ആയതുകൊണ്ട് എന്തിട്ട് കൊടുക്കണം? പറഞ്ഞേ, ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ നമ്മൾ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ തെറ്റും. ഇത് ഏത് ഫോർമാറ്റിലാണ്? log a into b into c ഫോർമാറ്റിലാണ്. അപ്പൊ ബ്രാക്കറ്റ് ഇട്ടിട്ട് log a plus log b ആ ഫോർമാറ്റ്. അപ്പൊ log x minus 3 plus log x minus 4 plus log x minus 5. ഈ ഒരു രീതിയിലേക്ക് അത് മാറിയിരിക്കാം. കുഴപ്പമില്ല. മൂന്ന് സെക്ഷൻ ആയിട്ട് എഴുതാട്ടോ. log പ്രശ്നമില്ല. അതെന്താക്കാം? log y is equal to 1/2 into ആ മൈനസ് ഉള്ളിലേക്ക് എടുത്തിട്ട് ദൃശ്യം ഗുണമാഷാക്കുന്നുണ്ട്. log x minus 1 plus log x minus 2 minus log x minus 3 minus log x minus 4 minus log x minus 5. ഈ രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. ഓക്കെ, ശരിയല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ലോഗിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കൊണ്ടുവരാം. ലോഗിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ? log x ന്റെ ഡിഫറൻഷ്യൽ എന്താ? 1/x. എന്താ നിരഞ്ജന സംശയം? പറഞ്ഞോളൂ. ചിഹ്നം മാറിയാ ചോദിച്ചോ?
പറഞ്ഞാൽ ഇടാം. ഇതിലൊരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാണ്ടല്ലേ. വെരി ഗുഡ്. ഇവിടെ ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാണ്ട്. കറക്റ്റാണ് പറഞ്ഞത്. ചോദിക്കുന്നത് നിങ്ങളാ നല്ലത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ബ്രാക്കറ്റ് ഇടണം. ആ ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ എന്താ സിന്റാക്സ് എററായി അല്ലേ? വലിയ വിഷയം ബ്രാക്കറ്റ് ഇടണം. കറക്റ്റ് തുറന്ന ബ്രാക്കറ്റുകളൊക്കെ എന്ത് ചെയ്യണം? എവിടെയെങ്കിലും അവസാനിക്കണ്ടേ? കറക്റ്റ് തന്നെയാണ് പറഞ്ഞത്, തെറ്റൊന്നുമില്ല. അപ്പൊ എന്തായി? നമുക്കത് തെറ്റായി. ഇനി എന്ത് ചെയ്യാം? എന്ത് തുടങ്ങാം? ഡിഫറൻസിയേഷൻ തുടങ്ങാം അല്ലെ? ഡിഫറൻഷിയേറ്റ് ചെയ്താ എന്താ ചെയ്ത് എന്റെ മിസ്റ്റേക്ക് അറിയോ? ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പോകണം. പക്ഷെ ഇവിടെ ചെയ്തിട്ടില്ലല്ലോ. ഡിഫറൻഷ്യൽ ചെയ്യുമ്പോൾ രണ്ട് സൈഡ് ഒരുമിച്ച് എന്ത് ചെയ്യണം? പക്ഷെ ഇതുവരെ എവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. അത് എന്റെ മാക്സിമം കറക്റ്റ് ആവില്ല. കാരണം എന്താ? കാരണം ലോഗ് വഴിയാണ് ഇതിനോട് ഈക്വൽ ആവുന്നത്. ലോഗ് വഴിയാണ് ഇതിനോട് ഈക്വൽ ആവുന്നത്. ലോഗ് വഴിയാണ് ഇതിനോട് ഈക്വൽ ആവുന്നത്. അല്ലാതെ ലോഗ് വഴി ഡിഫറൻഷ്യൽ ആണോ? അല്ല. അത് ശ്രദ്ധിച്ചാൽ അത് പലരും മിസ്റ്റേക്ക് ആക്കുന്നുണ്ട്. ശ്രദ്ധിക്കാം. അത് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴേ ലോഗ് വഴി വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഏത് സൈഡ് മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യുക? ലോഗ് വൈഡ് ആദ്യം തന്നെ 1/y × dy/dx ഇട്ടുകൊണ്ട് അല്ലെ? അന്ന് അങ്ങനെ ഉണ്ടായിരുന്നു. ഒരു സൈഡ് മാത്രമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഒരു സൈഡ് മാത്രമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം? ഈ സൈഡ് ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ അപ്പൊ തന്നെ എന്ത് ചെയ്യണം? മറ്റേ സൈഡ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ എന്താ വരിക? അതായത് ഇപ്പൊ ഉദാഹരണത്തിന് y = sin x ആണെന്ന് കരുതുക. y = sin x. തനിയെ ചെയ്യുമ്പോ ശ്രദ്ധിച്ചോളൂ. y = എന്താ? sin x. മാഷ് നെക്സ്റ്റ് സ്റ്റെപ്പില് y നെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് എന്തെന്ന് എഴുതി? dy/dx എഴുതി. sin x നെ ഡിഫറൻഷിയേറ്റ് ചെയ്തില്ല. ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആവോ? കറക്റ്റ് ആവില്ല. കാരണം എന്താ? y ന്റെ ഡിഫറൻഷ്യൽ ആണോ sin x? അല്ല. അത് കയ്യോടെ ആരും കൂടെ ചെയ്യണം. sin x നെ കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ക്യാൻസൽ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ആ സൈഡ് ക്യാൻസൽ ചെയ്താൽ മതി. അവിടെ ലോഗ് y ആക്കിയാൽ മതി. അത് ശ്രദ്ധിച്ചോളൂ. അത് തന്നെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോളൂ. അങ്ങനത്തെ കേസ് അല്ലെങ്കിൽ തെറ്റും. ഉത്തരം കറക്റ്റ് ആയിട്ട് വരും അവസാനം. കാരണം ഈ സൈഡ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മറ്റേ സൈഡ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ? ഉത്തരം കറക്റ്റ് ആയിട്ട് വരും. പക്ഷെ ആ സ്റ്റേറ്റ്മെന്റുകളൊക്കെ എന്താണ്? മാത്തമാറ്റിക്കലി നിൽക്കില്ല. റോങ് ആയിട്ടുള്ള സാധനങ്ങൾ നിൽക്കില്ല എന്ന് പറയാൻ പറ്റും. ഇനി ലോഗ് വൈ ഡിഫറൻഷ്യൽ എന്താ? 1/y × dy/dx = 1/2. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്ത് കൊടുക്കണം. ലോഗ് x-1 ന്റെ ഡിഫറൻഷ്യൽ 1/x-1 + 1/x-2 -1/x-3. ഈ ബ്രാക്കറ്റിനോട് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കാരണം നമ്മളിത് കണ്ട് നേരെ എഴുതി പോയി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ എന്താ വരിക? ചിഹ്നം പ്ലസ് ആ വരിക. ആ ബ്രാക്കറ്റ് അവിടെ ഇട്ടിട്ട് വേണം ഇതിന് എന്ത് ചെയ്യാൻ? മൈനസ് ഉള്ളിലേക്ക് നമ്മൾ എടുക്കാനായിട്ട്. -1/x-4 -1/x-5. ഓക്കെ. ഇനി എന്ത് ചെയ്യാം? y നെ അങ്ങോട്ട് കൊണ്ടുപോവാം. കാര്യങ്ങൾ ഈസി ആയിട്ടോ. dy/dx = y × 1/2 × 1/x-1 + 1/x-2 -1/x-3 -1/x-4 -1/x-5. ആ y-ക്ക് പകരം എന്ത് ചെയ്യണം? ആ ചോദ്യത്തിലുള്ള സെക്ഷൻ നേരത്തെ എഴുതി വെച്ചതുപോലെ മുഴുവൻ എഴുതണം അല്ലെ? സോ √y ആരാണ്? x-1 × x-2 / x-3 × x-4 × x-5 × 1/2 എന്താണ്? 1/x-1 + 1/x-2 -1/x-3 -1/x-4 -1/x-5. ഇവിടെ വരെ എന്ത് ചെയ്യണം? അത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അത് ക്ലിയർ ആയി. കുഴപ്പമില്ലല്ലോ. അപ്പൊ രണ്ടാമത്തെ ചോദ്യം അല്ലേ? നമുക്ക് ചോദിക്കാട്ടോ. 4 ചെയ്താണോ? ഒന്ന് ചെക്ക് ചെയ്ത്. 3 4 ചെയ്താണ്. 5 ചെയ്തിട്ടില്ല അല്ലേ? 5 ചെയ്തെന്ന് നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 5 ഇന്ന് നമുക്ക് പാരാമെട്രിക് ഫോം ഇത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 5 ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ചെയ്തിട്ടുണ്ടോ? 5 ഇല്ലല്ലോ. ചോദ്യം വായിക്കട്ടെ. 5.5 അഞ്ചാമത്തെ ചോദ്യം ചെയ്യാം. y = x+3 raised to 2 × x+4 raised to 3 × x+5 raised to 4. ഇത്രയാണ് വരുന്നത് അല്ലേ?
കുഴപ്പമില്ലല്ലോ. ചെയ്യാൻ കിട്ടുന്നില്ലേ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇതിപ്പോ രണ്ട് ഭാഗത്ത് ലോഗ് അപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ? ലോഗ് ബൈ ഇസ് ഈക്വൽ ടു ലോഗ് ഓഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് x plus 3 raised to 2 into x plus 4 raised to 3 into x plus 5 raised to 4. ഇത് ഏത് ഫോർമാറ്റിലാണ് എടുക്കുന്നത്? ലോഗ് a into b into c. അപ്പൊ എന്താക്കാം നമുക്ക്? ലോഗ് a plus log b plus log c. അപ്പൊ എന്ത് ചെയ്യാം? ലോഗ് y is equal to log a. ലോഗ് a എന്ന് പറയുന്നത് എന്താ? log x plus 3 raised to 2 plus log b എന്താ? x plus 4 raised to 3 plus log c എന്താ? x plus 5 all raised to 4. ഇതൊക്കെ അടുത്ത കണക്കായിട്ടാ ശ്രദ്ധിക്കണ്ട. ഇവിടെ മാറ്റിയാണ് മാറ്റൂട്ടാ. അത് എഴുതിയാ ഒന്നുമില്ലല്ലോ. അറിഞ്ഞൊക്കെ കഴിഞ്ഞ ചെയ്യുന്നില്ലേ? അപ്പൊ എന്താ? 3 സെക്ഷൻ ആയിട്ട് തിരിച്ചു. ഇനി എന്താ നെക്സ്റ്റ് സ്റ്റെപ്പില്? ലോഗ് y is equal to ഇത് ഏതാ ഫോർമാറ്റ്? ലോഗ് a raised to b എന്താ? b into log a. അപ്പൊ എന്താ? 2 into log x plus 3. ആയിഷിന്റെ വീട്ടിൽ നിന്ന് വോയിസ് അയക്കാൻ പറഞ്ഞിട്ട് വോയിസ് അയച്ചിട്ടില്ലല്ലോ. അയച്ചിട്ടില്ലല്ലോ. എവിന്റെ വീട്ടിൽ നിന്ന് അയച്ചിട്ടുണ്ടായിരുന്നു. ഏതാ വോയിസ് അയക്കണ്ട? ഇത് പഠിച്ചൊന്നും വലിയ ചെയ്ത് പഠിച്ചിട്ട് വരണ്ടാ. പോയി വിട്ട അയച്ചിട്ടില്ല. പോലെ അയച്ചിട്ടില്ലേ? ഇത് പറയാം കേട്ടോ. എന്നൊരു 5 മിനിറ്റ് നിന്നിട്ട് ഇരുന്നോ. കറക്റ്റായിട്ട് പഠിക്കട്ടോ. പോലെ അടുത്ത ലോഗ് റൈസ് ടു ബി. ഇവിടെ എന്താ വരിക? 3 into log a. അപ്പൊ എന്താ? 3 into log x plus 4 plus 4 into log x plus 5. ശരിയല്ലേ? ഈ ഫോർമാറ്റിലാണ് വരുന്നത് അല്ലേ? ഇനി എന്ത് ചെയ്യാം? ഈ രണ്ട് ഭാഗം എന്ത് ചെയ്യാം? ഈ സൈഡ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ എന്താ വരിക? ലോഗ് y ഡിഫറൻഷ്യൽ എന്താ? 1 by y into dy by dx equal to 2 നെ മാറ്റി നിർത്തി ലോഗിന്റെ 1 by അല്ലേ? log x plus 3 ഡിഫറൻഷ്യൽ എന്താ? 1 by x plus 3. 3 നെ മാറ്റി നിർത്തി log x plus 4 ന്റെ ഡിഫറൻഷ്യൽ 1 by x plus 4 plus 4 നെ മാറ്റി നിർത്തി log x plus 5 ന്റെ ഡിഫറൻഷ്യൽ 1 by x plus 5. y നെ ഇങ്ങോട്ട് കൊണ്ടുപോവാം, അപ്പുറത്തേക്ക് കൊണ്ടുപോവാം അല്ലേ? അപ്പൊ എന്ത് വരും? dy by dx equal to y into 2 by x plus 3 plus 3 by x plus 4 plus 4 by x plus 5. അപ്പൊ എന്താ വരിക? dy by dx is equal to y ക്ക് പകരം എന്ത് കൊടുക്കാം മക്കളെ? y ക്ക് പകരം ചോദ്യം എഴുതി വെക്കുക അല്ലേ? x plus 3 all square into x plus 4 all raised to 3 x plus 5 all raised to 4 സംസാരിക്കണ്ടേ? 2 by x plus 3 plus 3 by x plus 4 plus 4 by x plus 5. എന്താ പ്രശ്നം ചോദിച്ചോ? പറഞ്ഞോ? പറയാ. അപ്പൊ പറയടാ. മൊത്തത്തിൽ പറയാലോ. എന്താ കാരണം ഈ വിഷയം? പറയൂ. ഇതാണോ അത്? ഇത് പ്രൊഡക്റ്റ് റൂൾ ചോദിച്ചോ? നിങ്ങൾ സംശയങ്ങൾ ചോദിച്ചോ. ഇത് പ്രൊഡക്റ്റ് റൂൾ വെച്ച് ചെയ്ത് നോക്കാം. നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാൻ പാടില്ല. ചെയ്യാൻ പാടില്ല. ഇത് പ്രൊഡക്റ്റ് റൂൾ വെച്ച് ചെയ്ത് നോക്കാം. എന്നാലും ചോദ്യം വന്നു അല്ലേ? ലേഖനം ഓർമ്മയുണ്ട് പ്രൊഡക്റ്റ് റൂൾ വെച്ചത്? കോൺസ്റ്റന്റിന്റെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എത്ര എടുക്കണം? കോൺസ്റ്റന്റ് ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ എത്ര എടുക്കണം? 0 വരണം അല്ലേ? ഇത് പ്രൊഡക്റ്റ് വെച്ച് ചെയ്യാതെ കുഴപ്പമില്ല. 2 into log x plus 3 എന്താ അല്ല? അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാ? 2. സെക്കൻഡ് ഫംഗ്ഷന്റെ ഡിഫറൻഷ്യൽ അല്ലേ വേണ്ടേ? അപ്പൊ log x plus 3 ന്റെ ഡിഫറൻഷ്യൽ എന്താ? 1 by x plus 3 പ്ലസ് ഏത് ഫംഗ്ഷനാണ്? സെക്കൻഡ് ഫംഗ്ഷൻ ആണോ? ഫസ്റ്റ് ഫംഗ്ഷൻ ആരാ? 2. ആ 2 ന്റെ ഡിഫറൻഷ്യൽ എത്രയാ? 0 ഉണ്ടോ? അപ്പൊ ഈ ടേം ക്യാൻസൽ ആയി. അപ്പൊ ഇത് മാത്രമല്ല തന്നുള്ളൂ. കിട്ടിയ അത് നമുക്ക് ഓൾറെഡി അറിയാലോ. 2 നെ ഇറക്കി എഴുതി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് log x ഡിഫറൻഷ്യൽ 1 by x plus 3. അപ്പൊ അതല്ലേ സൗകര്യം. നമ്മളെല്ലാവരും പ്രൊഡക്റ്റ് വയ്ക്കണം. പ്രൊഡക്റ്റ് വെച്ച തെറ്റുണ്ട. അവിടെ തെറ്റില്ല. പക്ഷെ തെറ്റിക്കരുത്. നമ്മൾ ആ കോൺസ്റ്റന്റ് ഡിഫറൻഷ്യൽ ചെയ്തിട്ട് എത്ര എഴുതണം? 0 എഴുതണം. 0 എഴുതാണ്ട് അവിടെ 2 ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ എന്തായി? പ്രശ്നമായി. അപ്പൊ ടേം എക്സ്ട്രാ വരും അവിടെ. ഐഡിയ മനസ്സിലായ? പ്രൊഡക്റ്റ് വയ്ക്കാം. പക്ഷെ അനാവശ്യമായിട്ട് എന്ത് ചെയ്യണ്ട? പ്രൊഡക്റ്റ് വയ്ക്കണം. അത് കൂടുതൽ ബുദ്ധിമുട്ടാവും. കാരണം 3 സ്ഥലത്ത് പ്രൊഡക്റ്റ് വയ്ക്കുന്ന കാര്യമില്ല. ഇതുവരെ ഓക്കെ അല്ലേ? ആണോടാ?
മനസ്സിലാണ്ടാവില്ല അല്ലെ? പഠിക്കുന്ന ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് ഓൺലൈൻ ആയിട്ട് മുന്നോട്ട് ക്ലാസ്സുകൾ വേണമെങ്കിൽ കാണാം. ശ്രദ്ധിക്കുക, ഞാൻ അത് സിംപ്ലിഫൈ ചെയ്യണം എന്നുള്ളതാണ് വിഷയം. ഇതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യാന്ന് ഇവിടെ ശ്രദ്ധിച്ച് ഡിവൈ ബൈ ഡി എക്സ് കഴിഞ്ഞിട്ടില്ല ആവശ്യം പോയിട്ട് ഡിവൈ ബൈ ഡി എക്സ് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചിടാമല്ലോ. ഇവിടെ ശ്രദ്ധിക്കുക, ഒന്നുകൂടെ നോക്കുക. 1/3 പ്ലസ് 2/5 പ്ലസ് 1/7 ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? ഇത് ഒരു മാർഗങ്ങൾ നമ്മൾ ചെയ്യാന്ന് പറയും. അതായത് 3 × 5 × 7 ഇടാം. എന്നിട്ട് ഓൾ ബ്രാക്കറ്റ് ഇടാം. കുഴപ്പമില്ലല്ലോ. അടിയിലുള്ളത് 3 ഫ്രാക്ഷൻ ആഡ് ചെയ്യണം. അടിയിലുള്ളത് 3 എന്ത് ചെയ്തു? ഇൻഡ്യൂട്ട് എഴുതി. ഇനി 3ന്റെ കൂടെ ആരൊക്കെ വരണം? ഇവിടെ ഓൾറെഡി 3 ഉണ്ട്. ഇവിടെ മുകളിൽ ആരൊക്കെ വരണം? മുകളില് 3 വരണം, 5 വരണം, 7 വരണം. 3 നമ്പറുകളല്ലേ ഉള്ളത്. ക്ലിയർ? അപ്പൊ എന്തുണ്ടാവുക? ആ 3യും 3യും ക്യാൻസൽ ആയി പോകുമ്പോൾ ബാക്കി ഈ 1ന്റെ കൂടെ ആര് വരും? 5ഉം 7ഉം വരും. അങ്ങനെയാണ് എഴുതുക. ഒരു ടേം ആയിട്ട് തന്നെ പറയാം നല്ലത്. അതായത് സ്റ്റെപ്പ് ആദ്യം എഴുതണ്ട, നിങ്ങളൊരു ഐഡിയ പറഞ്ഞുതരാം. 2/x+3 LCM എടുക്കാനൊക്കെ പഠിക്കുന്നത് 2/x+3 അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം നമുക്ക്? 2/x+3 എന്ന് പറയുമ്പോ ഇതിന്റെ മുകളിലും താഴെയും 2/x+3 ആണ്. അതിന്റെ മുകളിലും താഴെയും ഞാൻ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണോ മൾട്ടിപ്ലൈ ചെയ്യണോ? x+4 + x+5 കൊണ്ട് അടിയിൽ ചെയ്തു. അപ്പൊ തന്നെ എവിടെയും ചെയ്യണം. അപ്പൊ തന്നെ അവിടെ ചെയ്യണം, മുകളിൽ ചെയ്യണം. ഐഡിയ മനസ്സിലായോ? ഇതിന്റെ ഡിനോമിനേറ്ററിന്റെ ആളെ ഒഴിച്ച് ബാക്കിയുള്ള ആളുകളെ മുകളിലും താഴെ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പൊ 2/x+3 തന്നെയല്ലേ? ഇത് വ്യത്യാസം ഉണ്ടോ? ഇല്ല. മുകളിലും x+4 x+5 അടിയിലും x+4 x+5 കിട്ടിയ പ്ലസ് ഇനി അടുത്ത ടൈം ആരാ? 3/x+4 ആണോ? ഇതിന്റെ മുന്നിലൊരു സാധനം കിടക്കുന്നുണ്ട് കേട്ടോ. മുന്നിൽ ആരും എടുക്കുന്നുണ്ട്? കേട്ടോ, ഇതിന്റെ മുന്നിൽ ഇങ്ങനൊരു സാധനം കിടക്കുന്നില്ലേ? ഉണ്ടോ? dy/dx മുന്നിലൊരു സാധനം കിടക്കുന്നുണ്ട്. മുന്നിൽ എന്ത് സാധനം? x+3 ഹോൾ സ്ക്വയർ ഇൻറ്റു x+4 all raised to 3 x+5 all raised to 4 ബ്രാക്കറ്റിലാണ് കിടക്കുന്നത്. ഇനി 3/x+4 ആണ് അല്ലേ? ആരാളുള്ളത്? 3/x+4. അപ്പൊ ഞാൻ അതൊഴിച്ച് ബാക്കിയുള്ളവർ ആരൊക്കെയാ? x+3യും x+5 അത് മുകളിൽ താഴെ ചെയ്യാണ്. അപ്പൊ x+3 x+5 x+3 x+5 മുകളിൽ താഴെ ചെയ്തു പ്ലസ് ഇനി ആരാ? 4/x+5. അപ്പൊ ആ x+5 ഒഴിച്ച് ബാക്കിയുള്ള സാധനങ്ങൾ മുകളിൽ താഴെ ചെയ്യണം. എന്താ വരിക? x+3 x+4 അത് അടിയിൽ ചെയ്യണം. x+3 x+4 എതിർപ്പെട്ടാ. ഇപ്പൊ നിങ്ങൾ നോക്കൂ എന്താ സംഭവിച്ചത്? dy/dx is equal to x+3 all square x+4 all cube x+5 raised to 4 into മൂന്നെണ്ണത്തിന്റെ എന്ത് സെയിമാ? മൂന്നെണ്ണത്തിന്റെ എന്ത് സെയിമാ? ഡിനോമിനേറ്റർ സെയിമാ. അപ്പൊ ഒറ്റ ഡിനോമിനേറ്റർ ഉള്ളത് ഇട്ടിട്ട് മുകളിലുള്ളത് കംപ്ലീറ്റ് എന്ത് ചെയ്താൽ മതി? പറയേ ആഡ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ താഴെ 3 ഡിനോമിനേറ്റർ ഒരുമിച്ച് എഴുതാണ്. x+3 x+4 x+5 മുകളിൽ എഴുതുമ്പോൾ ആരൊക്കെ വരും? 2 എഴുതി മാഷ്. ശ്രദ്ധിക്കുക, 2 എഴുതി. 2ന്റെ കൂടെ ആരൊക്കെ വരും? 2ന്റെ കൂടെ ആരൊക്കെ വരും? x+3 നോക്ക്, x+3 ഉണ്ടോ ഇതിന്? അപ്പൊ 2ന്റെ കൂടെ ആരൊക്കെ വരും? 2ന്റെ താഴെയുള്ള ആളൊഴിച്ച് ബാക്കി എല്ലാവരും. അപ്പൊ 2ന്റെ കൂടെ ആരൊക്കെ വരും? x+3 ആണുള്ളത്. അപ്പൊ അല്ല അതിലൂടെ കാണാനല്ലേ? ആണോ? ഇങ്ങനെയല്ലേ വരിക? +3ന്റെ കൂടെ ആരൊക്കെ വരും? 3ന്റെ കൂടെ ആരൊക്കെ വരും? x+4 ഒഴിച്ച് ബാക്കി എല്ലാവരും. അപ്പൊ എന്ത് വരും? x+3 ഇവിടെ ഇല്ലേ അല്ലെ? x+3 × x+5 പ്ലസ് 4ന്റെ കൂടെ ആരൊക്കെ വരും? 4ന്റെ അടിയിലുള്ള ആൾ ഒഴിച്ച് ബാക്കി എല്ലാവരും. x+3 × എന്താ? x+4. കുഴപ്പമില്ലല്ലോ. ക്ലിയർ അല്ലേ? അപ്പൊ ഈ സ്റ്റെപ്പ് എഴുതണമെന്നുണ്ടാ? ഈ സ്റ്റെപ്പ് എഴുതി ശീലിക്കണ്ട. നമ്മളിത് ചെയ്യാന്ന് പറയുന്നത് ചെറിയ ക്ലാസ്സിൽ വേറെ ഒന്നുമില്ല. അതിന്റെ താഴെ മൊത്തം കൂടെ കൂട്ടിയിട്ട് അതിന്റെ ഫാക്ടർ ഒഴിച്ച് ബാക്കിയുള്ള എന്ത് ചെയ്യണം? എഴുതണം. 3 ഫ്രാക്ഷൻ വരുമ്പോഴേ ഇതിപ്പോ ഞാൻ 2 ഫ്രാക്ഷൻ വെച്ച് ക്രോസ് ചെയ്തിട്ട് കാര്യമുണ്ടോ? 2 ഫ്രാക്ഷൻ വെച്ച് ക്രോസ് ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഐഡിയ മനസ്സിലായ? അപ്പൊ 3 വരുന്ന കേസുകളിലൊക്കെ എന്ത് ചെയ്യാ? മൊത്തം സാധനം ഡിനോമിനേറ്റർ എഴുതി കൊടുത്തിട്ട് അടിയിലുള്ള ആളെ ഒഴിച്ചിട്ട് ബാക്കിയുള്ള ആൾക്കാരെ എന്ത് ചെയ്യാ? മുകളിൽ എടുക്കുക. അപ്പൊ ഇത് ഇങ്ങനെ ഇതൊന്നും ചെയ്ത് നോക്കിയേ. 1/4 പ്ലസ് 2/7 പ്ലസ് 9/12 ഇതെങ്ങനെ ചെയ്യാൻ പറ്റുക? പെട്ടെന്ന് പറഞ്ഞേ.
മൊത്തം ഡിവിഷൻ അടിയിൽ ആരൊക്കെ വരും? 4 ഇൻറ്റു 7 ഇൻറ്റു 12. ഇനി 1ന്റെ കൂടെ ആരൊക്കെ വരും? 7 ഇൻറ്റു 12 പ്ലസ് 2ന്റെ കൂടെ 4 ഇൻറ്റു 12 പ്ലസ് 9ന്റെ കൂടെ 4 ഇൻറ്റു 7. ഇത്രയുള്ള സംഭവം കിട്ടിയ അപ്പൊ ഈ സ്റ്റെപ്പ് നിങ്ങൾ എഴുതണോ? ആവശ്യം ഉണ്ടെങ്കിൽ എഴുതാം. ഇതെങ്ങനെ പറഞ്ഞത് പെട്ടെന്ന് കൺഫ്യൂഷൻ ആവാണ്ടിരിക്കാൻ വേണമെങ്കിൽ എഴുതാം. ചെയ്ത് പഠിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നില്ല, ഇത് ഉൾക്കൊള്ളിക്കണമെന്നില്ല. നേരിട്ട് ഈ സ്റ്റെപ്പ് എഴുതി കുഴപ്പമില്ലല്ലോ. അത് ഇനി വരും ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാവും. 3 ഫ്രാക്ഷൻ വരുമ്പോൾ ചെയ്യേണ്ട പരിപാടി പറഞ്ഞത് മുകളിൽ ഇത് വേണമെങ്കിൽ മാർക്ക് കഴിഞ്ഞു. ഇതാണ് അതിന്റെ സിസ്റ്റം. ഇനി ശ്രദ്ധിക്കുക, ഒരു മിനിറ്റ് അവസാനത്തിലോടെ വർഷം x+3 ഈ സ്ക്വയറിൽ കട്ട് ചെയ്തോടെ ഇൻഡു ആണല്ലോ. x+4 ഇവിടെ കട്ട് ചെയ്യാം. അപ്പൊ ക്യൂബ് എന്നുള്ളത് ഇവിടെ എന്താവും? സ്ക്വയർ ആവും. ഇവിടെ x+5 കട്ട് ചെയ്യാം. അപ്പൊ 4 എന്നുള്ളത് ഇവിടെ എത്രയാവും? 3 ആവും. അപ്പൊ എന്ത് വരും? dy/dx എഴുതാൻ പറ്റും കേട്ടോ. dy/dx ബാക്കി എന്തൊക്കെയുണ്ട്? x+3 ഇൻറ്റു x+4 ഓൾ റൈസ് ടു 2 x+5 ഓൾ റൈസ് ടു 3 ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ ഇല്ല, ഡിനോമിനേറ്റർ 3 ക്യാൻസൽ ആയി പോയി. ഇനി ബ്രാക്കറ്റ് മതി. ഇത് കംപ്ലീറ്റ് സിംപ്ലിഫൈ ചെയ്യണം. 2 ഇൻറ്റു x ഇൻറ്റു x x സ്ക്വയർ x ഇൻറ്റു 5 5x x ഇൻറ്റു 4 സോറി 4 ഇൻറ്റു x സെയിം അല്ലേ? 5 ഇൻറ്റു 4 4 ഇൻറ്റു 5 20 ആണോ? പ്ലസ് 3 ഇൻറ്റു അല്ലേ? ഇത് ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. വരച്ച് കൊള്ളാൻ കഴിയോട്ടെ. ഇതൊന്നും ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ എഴുതുമ്പോൾ വരയ്ക്കേണ്ട സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. x ഇൻറ്റു x x ഇൻറ്റു 5 x 3 ഇൻറ്റു x 3 ഇൻറ്റു 5 പ്ലസ് 4 ഇൻറ്റു x ഇൻറ്റു x ഇൻറ്റു 4 3x പിന്നെ എത്രയാ? 12 അല്ലേ വരിക? ആണോടാ? അതെ. അപ്പൊ എന്ത് വരും ബാക്കി? dy/dx ഈക്വൽ ടു x പ്ലസ്. ഇത് എളുപ്പമാണ് ശരിക്കില്ല. അന്ന് ചെയ്ത് കണക്കുണ്ട് അത്ര ഈ ബുദ്ധിമുട്ടില്ല. കുറച്ച് വലിപ്പമുണ്ടെന്നുള്ളൂ അല്ലേ? ഇനി ഇതൊക്കെ ഉള്ളിലേക്ക് എടുക്കണം. എന്നിട്ട് ആകെ ചെറുതാക്കണം. ആ ഒരു കാര്യം ചെയ്യാം. x² പ്ലസ് 5x പ്ലസ് 4x പറയേ എഴുതാൻ സമയം ഇരുന്നേ. അവിടെയല്ലേ ക്ലാസ് തിരിയട്ടെ. സിംഗ ഓടിട്ട റെഡി. പക്ഷെ സ്ഥലം നീ കൊടുത്ത് ഈശു 4 പേരുള്ളല്ലോ അവിടെ. പിന്നെന്താ ഇഷ്ടംപോലെ സ്ഥലം കേട്ടോ. 5x പ്ലസ് 4x എത്രയാ പറയേ? 9x പ്ലസ് എഴുതാൻ പറ്റില്ല. ഇവിടെ ഒന്ന് പറഞ്ഞ അവസാനിപ്പിക്കും. 3 ഇൻറ്റു x² പ്ലസ് 5x പ്ലസ് 3x 8x പ്ലസ് 15 പ്ലസ് 4 ഇൻറ്റു x² പ്ലസ് 4x പ്ലസ് 3x 7x പ്ലസ് 12 ആണോ? ഇനി പോവാണ്ട് അല്ലേ? റാഫേൽ വന്നിട്ടില്ലേ? dy/dx ഈക്വൽ ടു x പ്ലസ് 3 ഇൻറ്റു x പ്ലസ് 4 ഹോൾ സ്ക്വയർ x പ്ലസ് 5 ഹോൾ റൈസ് ടു 3 ഇൻറ്റു ഈ 2നെ പുള്ളിക്ക് എടുക്കണം അല്ലേ? അപ്പൊ എന്ത് വരും? 2 ഇൻറ്റു x സ്ക്വയർ ഒന്ന് പറയടാ. 2 ഇൻറ്റു x സ്ക്വയർ 2x സ്ക്വയർ 2 ഇൻറ്റു 9x 18x 2 ഇൻറ്റു 20 40 പ്ലസ് 3 ഇൻറ്റു x സ്ക്വയർ 3x സ്ക്വയർ മറ്റേ 3 ഇൻറ്റു 8x 24x പ്ലസ് 3 ഇൻറ്റു 50 45 4 ഇൻറ്റു x സ്ക്വയർ പ്ലസ് 28x പ്ലസ് 4 ഇൻറ്റു 12 48 അല്ലേ? ഇനി എന്ത് ചെയ്യാം? dy/dx ഈക്വൽ ടു ഇവിടെ ശ്രദ്ധിക്കേ 6 ഇവിടെ നോക്കടി. x പ്ലസ് 3 ഇൻറ്റു x പ്ലസ് 4 ഓൾ റൈസ് x പ്ലസ് ഓൾ റൈസ് ടു 3 അല്ലേ? ഇൻറ്റു 2x സ്ക്വയർ പ്ലസ് 3x എത്രയാ? 2x സ്ക്വയർ പ്ലസ് 3x സ്ക്വയർ എത്രയാ? 5x സ്ക്വയർ പ്ലസ് ഒരു ആര് 4x സ്ക്വയർ എത്രയാ? 9x സ്ക്വയർ പ്ലസ് 18x പ്ലസ് 24x എത്രയാ? 34ഉം 8ഉം 42x 42ഉം 28ഉം എത്രയാ? 20 70 തന്നെയാണോ? 70x പ്ലസ് 40ഉം 45ഉം 85 85 48ഉം 85 48 എത്രയാ? 133 രണ്ടല്ലല്ലോ 3ആണല്ലോ 40 40 45 എത്രയാ? 85 85 48ഉം 8 5 13 അല്ലേ? ബാക്കി ഒന്ന് 12 8 13 13. ഇതാണ് ആൻസർ. ഇവിടെ വരെ ചെയ്ത് കൊടുക്കണം. നിസാര ചോദ്യങ്ങൾ ഇതൊക്കെ 8ാം ക്ലാസ് ചെയ്തൊക്കെ ഇതൊക്കെ ഏത് ക്ലാസ്സിലാണോ പഠിക്കുന്നത്? ഡിഫറൻസിയേഷൻ ഒന്നും സിംപ്ലിഫിക്കേഷൻ ആണ്. വേഗം ചെയ്ത് കൊടുത്തേ. കേട്ടോ
വീട്ടിൽ നാളെ തലവിട്ടൂടെ വീട്ടുകാരെ അറിയില്ലെങ്കിൽ മനസ്സിലായ പറയൂ എന്നിട്ട് കുറെ പേർക്ക് പോണം പറയുന്നല്ലോ എഡ്വിനൊക്കെ പോണ്ടേ സ്റ്റീവനൊക്കെ എങ്ങനെയാണ് ആ ബസ് തന്നെയാ പോണേ നാളെ 7:15 എന്താണ് അങ്ങനെ പറയണം കുറെ ക്ലാസ്സിലൊക്കെ വിളിച്ച് പറയുന്നില്ല എന്താ ടൂർ പോയി അവര് ഞങ്ങള് സെമിക്ക് പോയിട്ടായിരുന്നു 3 പേരും കൂടെ അത് ഫ്ലോണോ എപ്പോഴാ പോയേ വിട്ടു സൊസൈറ്റി എപ്പോഴും ക്ലാസ് ബേസ്ഡ് ആണ്. ശരിക്കും പറഞ്ഞാലേ ക്ലാസ് ബേസ്ഡ് ആണ് സൊസൈറ്റി. ഞാൻ നാളെ ഒരു പോസ്റ്റ് കണ്ടതാ. അതായത് ഈ സുധി എന്ന് പറഞ്ഞൊരു കൊമേഡിയൻ ഉണ്ടായിരുന്നില്ലേ, സോ ആളുടെ വൈഫ് ഇങ്ങനെ റീലൊക്കെ അഭിനയിച്ച് അങ്ങനെയൊക്കെ വന്നു. അപ്പൊ കുറെ പേര് മോശം കമ്പനികൾ അടിക്കുന്നുണ്ട്. അപ്പൊ ഇതിലൊരു പോസ്റ്റ് ഒരു കമ്പാരിസൺ വന്നതാ. അതായത് അപ്പൊ ആ പെണ്ണ് അഭിനയിച്ചപ്പോ ആ പെണ്ണ് ഇങ്ങനെ അഭിനയിക്കുകയാണ്, വഴി വിട്ട് നടക്കുകയാണ്, ഭയങ്കര ഉപദേശമാണ് സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ്. അപ്പൊ അതിലൊരു പോസ്റ്റിന്റെ കമ്പാരിസൺ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പെണ്ണിന്റെ ഡ്രസ്സിന്റെ ഒരു ഭാഗം പറഞ്ഞിട്ടാണ് ഇത് ഭയങ്കര അധിക്ഷേപം നടത്തുന്നുണ്ട്. ആ പെണ്ണ് അത് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാനുള്ള അവകാശമുണ്ട്. അവരുടെ സ്വന്തം ഇഷ്ടമാണ്, അവരെന്തുകൊണ്ട് കാട്ടിക്കോട്ടെ. പക്ഷെ സൊസൈറ്റി ക്ലാസ് ബേസ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു ഉദാഹരണം. കമ്പാരിസൺ പോസ്റ്റ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ജു പിള്ള ആക്ട്രസ് ഉണ്ട് ഇവിടെ, ആളുടെ മകളുടെ ഒരു ഫോട്ടോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊരു കമ്പയർ ചെയ്തിട്ട് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ജു പിള്ളയുടെ മകളുടെ ഫോട്ടോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫാഷനബിൾ ആയിട്ട് അവർ ഡ്രസ് ചെയ്തതാണ്. അപ്പൊ ഇവിടെ അമേരിക്കയിൽ ഡ്രസ് ചെയ്താണ് അവർ, എന്നിട്ട് അവിടുന്ന് നെറ്റൊക്കെയാണ് ഇട്ടാണ്. അപ്പൊ അതിന്റെ അടിയിൽ വന്നിട്ട് ഇതേ മലയാളികൾ പോയിട്ട് എന്താണ് ഭയങ്കര സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് പറഞ്ഞു. മറ്റേ ആള് ഇത്രയും പോലും എക്സ്പോസർ ആയിട്ട് കാണിച്ചിട്ടില്ല. എന്നിട്ട് അവരെ പോയിട്ട് പൊരിഞ്ഞു ചെയ്ത. ഇപ്പുറത്ത് വന്നപ്പോ ഈ സാധനം കംപ്ലീറ്റ് മറന്നു. അത് പറയില്ലേ സാധാരണക്കാരൻ ട്രൗസർ ഇട്ട അല്ല കാശുകാരൻ ട്രൗസർ ഇട്ട എന്താന്ന് പറയും, ബാർബോടാന്ന് പറയും, സാധാരണക്കാരൻ എന്ന് പറയും, വള്ളിലേക്ക് ഇട്ട് കൊടുക്കും. ക്ലാസ് ബേസ്ഡ് ആണ്. അത് അടി വരുമ്പോൾ അങ്ങനെയാണ്. ഈ സിനിമയിൽ അടിക്കുന്ന മുത്തങ്ങ സമരം തോന്നും അല്ലെ, ആദിവാസി സ്ഥലം. അതിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് 2023 ഈ സർക്കാർ അന്ന് അപകടത്തിൽപ്പെട്ട അന്ന് സമരം ചെയ്ത ആൾക്കാർക്ക് ഒരു ഏക്കർ സ്ഥലം പതിച്ചു കൊടുക്കുന്നത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം. മനസ്സിലായോ? അത് ചില കേസുകൾ അങ്ങനെയാണ്. നീതി കുറെ വൈകിട്ട് കിട്ടാന്ന് പറയാം. അപ്പൊ ക്ലാസ് ബേസ്ഡ് ആണ്, അതുപോലെ കാസ്റ്റ് ബേസ്ഡ് ആണ് കേട്ടാ. ഉള്ള കാര്യം പറയണല്ലോ, കാസ്റ്റ് വലിയൊരു പ്രശ്നം തന്നെയാണ് കേട്ടാ. കാസ്റ്റ് വലിയൊരു ഇഷ്യൂ തന്നെയാണ്. ഇതൊക്കെ മറികടക്കാൻ ഇപ്പോഴും സമൂഹത്തിന് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഈ ആളുകള് പുറത്തേക്കൊക്കെ പോണതിന്റെ ഒരു പ്രധാന കാരണം എന്താ പറയുക, നമ്മുടെ നാട്ടിൽ എന്തില്ല, നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് നിങ്ങള് വെറുതെ എപ്പോഴേലും നേരം കിട്ടുമ്പോഴേ, ഞാൻ കഴിഞ്ഞ കൊല്ലം പറയാറുണ്ട്, എപ്പോഴേലൊക്കെ നേരം കിട്ടുമ്പോഴേ കുറെ
കുറച്ച് കാറ്റും പഠിച്ചൊക്കെ തലനുള്ളിലേക്ക് കയറണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മുന്നോട്ട് പോണത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമുണ്ട്, ഒരു ഡോക്യുമെന്റ് ഉണ്ട്, എന്താ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. മനസ്സിലായോ? ഭരണഘടന ഒരു സാധനം ഉണ്ട്, കേട്ടിട്ടാ? അങ്ങനത്തെ സാധനം കിട്ടാ, ഈ സാധനം എടുത്ത് വയ്ക്കുക, എന്നിട്ടൊന്ന് വായിച്ചു നോക്കുക, എന്ത് മണ്ണാക്കട്ടിയാണ് അതിൽ കിട്ടിയാണ്. മനസ്സിലായോ? ഇതിലും നല്ല പ്രിൻസിപ്പിൾസ് ലോകത്തിൽ ഉണ്ടായില്ല. ലോകത്തുള്ള എല്ലാ സ്ഥലത്തും ഏറ്റവും നല്ല കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടാക്കിയ പുസ്തകമാണ് എന്ത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിന്റെ ഏറ്റവും രസമായിട്ടുള്ള കാര്യം ഇത് ആർക്കും അറിയില്ല എന്നുള്ളതാണ്. ഇന്ത്യയിലുള്ള ഭൂരിഭാഗം ആളുകൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ വായിക്കാനുള്ള വിദ്യാഭ്യാസം ഇല്ല പറഞ്ഞവർക്ക്. അതാദ്യത്തെ പ്രശ്നം. അത് ആദ്യം ഉണ്ടാക്കണം, എന്നിട്ടാണല്ലോ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിപ്പിക്കുന്നത്. ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 18 കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. അതിൽ പറയുന്ന ഒരു ടേമാണ് എന്ത്? ആർട്ടിക്കിളിൽ പറയുന്ന ആർട്ടിക്കിൾ 18-19 പറയുന്ന ടേമാണ് ഈക്വാലിറ്റി എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഈക്വാലിറ്റി. ഈ സാധനം എവിടെ ഇല്ല, ഇന്ത്യയിലില്ല. ഈക്വാലിറ്റി ഇന്ത്യയിലില്ല. പറഞ്ഞിട്ട് എന്ത് കാര്യം? ഞാനടക്കമുള്ള ആളുകൾ വിമർശിച്ചിട്ടാ പറയുന്നത് കേട്ടാ. നമ്മളൊരു ഹോട്ടലില് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഹോട്ടലിൽ ഒരു റിസപ്ഷനിസ്റ്റിനെ വയ്ക്കുമ്പോഴേ ആരെയും വയ്ക്കുക നമ്മള്? ഒരു ഹോട്ടലിൽ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ഒരു റിസപ്ഷനിസ്റ്റിനെ വെച്ച് കഴിഞ്ഞാൽ മിക്കവരും അത് വെളുത്ത ആളുകളായിരിക്കും. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. വളരെ ഓപ്പൺ ആയിട്ട് പറയാം, ഇത് വലിയ പ്രശ്നമാണ്. അത് നമ്മുടെ തന്നെ സൗന്ദര്യ സങ്കല്പം എന്ത് ചെയ്യണം? മാറി വരണം. അത് ഇപ്പൊ പല സ്ഥലങ്ങളിലും അത് മാറിയിട്ടുണ്ട്. നമ്മളൊക്കെ ഇങ്ങനെ പ്രിമിറ്റീവ് ആയിട്ടുള്ള കാലഘട്ടത്തിൽ ജീവിക്കുന്നതുകൊണ്ട് മാറാൻ കുറച്ചുകൂടെ എന്ത് പിടിക്കും? സമയം പിടിക്കും. ആണ് എന്റെ പ്രശ്നം. എല്ലാ സ്ഥലത്തിലും അത് കളറിന്റെ അടിസ്ഥാനത്തിലായിക്കോട്ടെ, ഈ കാസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിക്കോട്ടെ, സമ്പത്തിന്റെ അടിസ്ഥാനത്തിലായിക്കോട്ടെ. നിങ്ങൾ വേറൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ഈ പെരുന്നാളുകൾക്കൊക്കെ പോകുമ്പോഴേ ഒബ്സർവ് ചെയ്താൽ മതി. സോഷ്യൽ എക്സ്പെരിമെന്റ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. പെരുന്നാളിനോ കല്യാണത്തിനൊക്കെ പോകുമ്പോഴേ നല്ല റിച്ച് ആയിട്ടുള്ള അങ്കിൾസ് വരും, വെരി റിച്ച്. ഇവരെന്ത് പറഞ്ഞാലും എല്ലാവരും ജീവിക്കണം. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്താൽ മതി. ശ്രദ്ധിക്കുക എങ്ങനെയാണ് ഒരു ക്ലാസ് ബേസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റി മുന്നോട്ട് പോകണമെന്നുള്ളത് നോക്കി കഴിഞ്ഞാൽ കാണാം. എല്ലാ സ്ഥലത്തും കാണാം. അതിലൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാണ്, സംഘടനകളിൽ വർക്ക് ചെയ്യുമല്ലോ. ഇപ്പൊ പള്ളിയിലും അമ്പലത്തിലൊക്കെ സംഘടനകൾ ഉണ്ടാവും. ചില ആൾക്കാർക്ക് ഭയങ്കര ഹോൾഡ് ആയിരിക്കും. പൈസകൾ അയാൾ പറയുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ബ്രേക്ക് ഇട്ട് നിൽക്കും. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം പറയണത് ശരിയാണോ തെറ്റാന്നുള്ളത് സെക്കൻഡറി ആയിട്ടുള്ള കാര്യമാണ്. ഒരു പൊസിഷൻ ചെയ്തിട്ടുണ്ടോ വളരെ. ആ പൊസിഷൻ കിട്ടാൻ പല കാരണങ്ങളുണ്ടായിരിക്കും. അത് സാധനത്തിന് അതിനനുസരിച്ച് വർക്ക് ചെയ്യുക. നമ്മുടെ ആൾക്കാർ മൊത്തം സിസ്റ്റം എങ്ങനെയാ വർക്ക് ചെയ്യാം? ഇത് വലിയൊരു പ്രശ്നമാണ്. അതിന് ഏറ്റവും വലിയ കാരണം എന്താ അറിയോ? ഇത് എന്തുകൊണ്ടാണ് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ കാരണമേ ഉള്ളൂ. ഈ പഠിപ്പിക്കുന്ന ക്ലാസ് റൂമുകൾ ഉണ്ടല്ലോ, അവിടെ നിന്ന് തന്നെ എന്തായിട്ടാ പോണത്? ക്ലാസ് തിരിച്ചിട്ടാ പോണേ. ഉള്ള കാര്യം പറയാലോ. ഒരു ഉദാഹരണത്തിന് ഒരു ആനിവേഴ്സറി ഒരു സ്കൂളിൽ നടക്കണമെന്ന് കരുതുക. ഒരു ആനിവേഴ്സറി ഒരു സ്കൂളിൽ നടക്കുകയാണെങ്കിൽ അതിന്റെ മുന്നിൽ കൊടി പിടിക്കുക ആരാ നിർത്താൻ നോക്കിയാൽ നിങ്ങൾ തിരിച്ചൊരാളവിടെ എത്ര തവണ നിർത്തുന്ന ഒബ്സർവ് ചെയ്താൽ മതി. ഒരു ആനിവേഴ്സറി നടക്കുകയാണ്. ഒരു ആനിവേഴ്സറി നടക്കുമ്പോൾ പൂക്കൾ കൊണ്ടുകൊടുക്കാൻ പോണ ആൾക്കാർ ആരാന്ന് നോക്കിയാൽ മതി. എങ്ങനെയുള്ള ആൾക്കാരെ നിർത്തുക? കൊടി പിടിക്കാൻ നിർത്തുന്ന ആൾക്കാർ ആരാ? ബാനർ പിടിക്കാൻ ആരാ നിർത്തും ഒരു പരിപാടി നടക്കുമ്പോൾ? ഇതൊക്കെ നോക്കിയാൽ മതി. തിരിച്ചൊന്ന് നിർത്താൻ പറഞ്ഞു നോക്കി നോക്കുക നിങ്ങൾ. അപ്പൊ കാണാം അവിടെ എന്തുണ്ടാവും. മനസ്സിലായി? ഇത് ഭയങ്കര പ്രശ്നമാണ്. നമ്മള് മാറുക എന്നുള്ള തന്നെയുള്ളൂ. നമ്മള് ഗ്രാജുവലായിട്ട് എന്ത് ചെയ്യണം? പരിഷ്കരിക്കപ്പെടണം എന്നുള്ളതാണ്. നാളെ നിങ്ങൾ ന്യൂസ് കേട്ട കർണാടകയിൽ ഇന്നലെ ന്യൂസ് വന്നതാ. കർണാടകയിലെ ന്യൂസ് വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഹെൽമെറ്റ് വെക്കാൻ കുട്ടീനെ നായ കടിച്ചു. വാർത്തറിഞ്ഞോ നാള്? കുട്ടീനെ നായ കടിച്ചു. അപ്പൊ അപ്പനമ്മയും കൂടെ എന്ത് ചെയ്തു? കുട്ടീനെ പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകുക, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അപ്പൊ അവരെന്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല? ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇവര് വേഗം പോവല്ലേ. അപ്പൊ പോണ വഴിക്ക് പോലീസ് കൈ കെട്ടിയപ്പോ ഈ ബൈക്കുകാര് പെട്ടെന്ന് ടെൻഷനായിട്ട് പെട്ടെന്ന് വീണു. എന്നിട്ട് ആ കുട്ടി റോഡിലേക്ക് വീണിട്ട് ആ കുട്ടിയുടെ മേലൂടെ വേറൊരു വണ്ടി കയറിയിട്ട് കുട്ടി മരിച്ചു. ഒരു വാർത്ത ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഒരു വാർത്ത. ഇങ്ങനത്തെ വാർത്തകളൊക്കെ കേൾക്കുക ആരുടെ വാർത്തകളായിരിക്കും? സൊസൈറ്റിയിലെ ഏറ്റവും താഴെയുള്ള ക്ലാസ്സിലായിരിക്കും ആളുകൾ ഇങ്ങനെയൊക്കെ മരിക്കുന്നുണ്ടാവും. ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. ദുൽഖർ സൽമാന്റെ മോൻ നായകടിയേറ്റ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് കേൾക്കാൻ സാധ്യത വളരെ കുറവാണ്. മനസ്സിലായ? അല്ലെങ്കിൽ തല്ലുകൊണ്ട് ഇപ്പൊ അല്ലെങ്കിൽ ഈ പൂരത്തിന് പോയിട്ട് ആന ചവിട്ടി മരിച്ചു. പൂരത്തിന് പോയിട്ട് ആന ചവിട്ടിയിട്ട് ആരാ? മോഹൻലാലിന്റെ മോൻ മരിക്കാൻ സാധ്യത കുറവ്. ഇത് ഒരു പ്രശ്നമാണ്. ഞാൻ മരിക്കാൻ വേണ്ടിയിട്ടല്ല പറയണത്. എങ്ങനെയാണ് ഈ ക്ലാസ് സിസ്റ്റം വർക്ക് ചെയ്യണമെന്നുള്ളതാണ്. തൃശ്ശൂർ പൂരത്തിന് പോകുമ്പോൾ പൈസ കൊടുക്കാൻ നിൽക്കാൻ പ്രത്യേക സ്ഥലങ്ങൾ കിട്ടും, സേഫ് ആയിട്ട് നിൽക്കാൻ. മനസ്സിലായ? ഇത് ഭയങ്കര പ്രശ്നമാണ്. ചവിട്ട് കൊള്ളുന്നത് മരിക്കണതൊക്കെ ആരാണ്? ഏറ്റവും പാവപ്പെട്ട ആൾക്കാർ. അപ്പൊ പൊളിറ്റിക്സിൽ എടുക്കുകയാണെങ്കിൽ എങ്ങനെ തന്നെയാണ് കേട്ടോ. ഇപ്പൊ രക്തസാക്ഷികളാവുക, ബലിദാനികളാവുക എന്നൊക്കെ പറയുമ്പോ പോണതൊക്കെ എവിടുന്നായിരിക്കും? ഏറ്റവും അടിയുന്ന പോവുക. ഏറ്റവും അടിയുന്നാണ് പോണതൊക്കെ പോവുക. ഇനി അവര് പോണത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ പേര് അങ്ങനെ പോയിട്ടാണ് എന്ത് ചെയ്തത് ഈ നിലയിലേക്കെങ്കിലും എത്തിയത്. അത് വേറെ കാര്യം.
കുറെ പേര് അങ്ങനെ പോകേണ്ടി വരും. പക്ഷെ പോകണ്ടെങ്കിൽ അപ്പോഴും ലോവർ കാസ്റ്റ് പോവാന്ന് മാത്രം. ഇതാണ് ഒരു പ്രശ്നം. അതിന് വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കും. അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഇല്ലേ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോഴേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസില് കുറെ പേരെ ജയിലിലാക്കും ഈ ബ്രിട്ടീഷുകാര്. ഈ നെഹ്റു, ഗാന്ധി, പട്ടേല്, അങ്ങനെ കുറെ പേര് എന്താണ് ജയിലിൽ പോണ്ട്. ഏറ്റവും താഴെക്കടിയുള്ള പ്രവർത്തകർ ഇങ്ങോട്ട് പോണ്ട്, ജയിലിലേക്ക് പോണ്ട്. മുകളിലുള്ള ടീമുകൾക്കൊക്കെ കിട്ടുന്ന ജയിൽ എന്തായിരിക്കും? ഇപ്പൊ നെഹ്റു ഒക്കെ ജയിലിലെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടില്ല എന്നല്ല പറഞ്ഞത്. പക്ഷെ ഏറ്റവും അടിയിൽ കിടക്കുന്ന ഒരാൾ ജയിലിൽ കിടക്കുന്ന പോലെയാണോ മുകളിൽ നെഹ്റു കിടക്കണേ അല്ലെങ്കിൽ ഗാന്ധി കിടക്കണേ? അല്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഗാന്ധി ജയിലെടുക്കാന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടില്ല ഗാന്ധിക്ക്. ജയിലിലാണോ ചോദിച്ചാൽ ജയിലിലാണ്. പക്ഷെ എല്ലാ സൗകര്യങ്ങളോട് കൂടിയാണ് എന്ത് ചെയ്യണേ ഗാന്ധിക്ക് ജയിൽ കിട്ടണേ. ഏറ്റവും അടിയിലുള്ള ആൾക്ക് അങ്ങനെയാണോ? അല്ല. ഏറ്റവും അടിയിലുള്ള ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ എപ്പോഴും എന്താ സംഭവിച്ചിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇന്ത്യൻ മിഡിൽ ക്ലാസിന്റെ ഇൻട്രസ്റ്റും അപ്പർ ക്ലാസിന്റെ ഇൻട്രസ്റ്റും മാത്രമാണ് എന്ത് ചെയ്താണ് പരിഗണിക്കപ്പെട്ടാണ്. ആരുടെ ഇൻട്രസ്റ്റിന് പരിഗണന ഉണ്ടായിട്ടില്ല. വിദ്യാഭ്യാസം ഇല്ലാത്ത ഏറ്റവും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അവരെയും പ്രൊമോട്ട് ചെയ്തു. ആക്ച്വലി എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ പോയതിനു ശേഷം അവിടേക്ക് പുതിയൊരു ക്ലാസ് എന്ത് ചെയ്തത് മാത്രം വന്നത് മാത്രം. ഇന്ത്യയിൽ ഉണ്ടാവണ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് പഠിച്ചിട്ട് പോയോ? നാളെ വരുമ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി. ഇന്ത്യയിൽ ഉണ്ടാവണ ഇൻകം ഡിസ്ട്രിബ്യൂഷനും എഡ്യൂക്കേഷൻ ഡിസ്ട്രിബ്യൂഷനും എങ്ങനെയാന്ന് നോക്കിയാൽ മതി. ഇന്ത്യയിലുള്ള മുഴുവൻ സമ്പത്തിന്റെയും ഒരു 55-60% ഇരിക്കുന്നത് ആകെ ഒരു 3% ആൾക്കാരുടെ കയ്യിലാന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുമോ? ഈ ക്ലാസ് ഡിസ്പാരിറ്റി കൂടി വരിക ചെയ്യണേ. അതായത് പൈസ ഉള്ളവരുടെ പിന്നെയും എന്ത് വരും? പൈസ വരണോ? പൈസ ഇല്ലാത്തവരുടെ എന്താ പിന്നെയും പൈസ കുറഞ്ഞു വരും. പൈസ കയറുന്നതനുസരിച്ച് മറ്റവർക്ക് എന്ത് വരും? പൊളിറ്റിക്കൽ റൈറ്റ് വരും. ഇപ്പൊ ചില കേസുകളൊക്കെ കണ്ടിട്ടില്ലേ? ചില കേസുകളൊന്നും നമ്മൾ അറിയണില്ല. ചില ഹയർ ലെവലിൽ നിൽക്കുന്ന പൊസിഷൻസിൽ ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം, നല്ലൊരു ഉദാഹരണം പറയാം. ഈ കഴിഞ്ഞ 2-3 വർഷം മുന്നേ വെങ്കട്ടരാമൻ എന്ന് പറഞ്ഞൊരു കളക്ടർ ഒരാളെ മദ്യപിച്ച് ഇടിച്ച് കൊന്നു. ബഷീർ എന്ന് പറഞ്ഞ ഒരാളാണ്, ഓർമ്മയുണ്ടാ? ശ്രീരാം വെങ്കട്ടരാമൻ എന്ന് പറഞ്ഞൊരാള്, ഒരു കളക്ടർ. ആളൊരു പെണ്ണിനെയും കൂട്ടി വന്നിട്ട് കള്ളം കുടിച്ച് ക്ലബിൽ നിന്ന് പാർട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് വരുന്ന വഴിക്ക് ബൈക്കിൽ പോണ ഒരാളെ ഇടിച്ച് തെറിപ്പിച്ച് കൊന്നു. ആള് ഇപ്പോഴും സർവീസില്ല. ഞാൻ ഇടിപ്പിച്ച് കൊന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ എന്താ കോഞ്ഞാട്ടി എടുത്തിട്ടുണ്ടാവും. ഭയങ്കര പ്രശ്നമാണ്. ലോ എല്ലാവർക്കും എങ്ങനെയാ ഒരുപോലെ അല്ല നമ്മുടെ നാട്ടിൽ. അവിടെ പറയാ ഈ നിയമം എന്തുപോലെയാന്ന് പറയാ, ചലന്തി വല പോലെയാന്ന് പറയാ. ചെറിയ പ്രാണിയും ഉറുമ്പൊക്കെ ഇതിൽ പെടും, വലയിൽ പെടും. വലിയ ആൾക്കാർ നമ്മളൊക്കെ പോയി കഴിഞ്ഞാൽ ചലന്തി വലയുടെ അവസ്ഥ എന്തായിരിക്കും? അത് പൊട്ടിച്ചിട്ട് എന്ത് ചെയ്യും? നമ്മൾ പോകുന്നു പറയാ. സാധാരണ ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ നിയമം അതുപോലെയാണ്. ഇത് വലിയ പ്രശ്നമാണ്. അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇത് മാറാൻ എന്താ ചെയ്യണ്ടേ? ഇത് മാറാൻ ആ ഒരു മാർഗ്ഗമേ ഉള്ളൂ. എന്താ? അടിയിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ക്ലാസിന്റെ ലോവർ ക്ലാസ് ക്ലാസ് സിസ്റ്റത്തിന്റെ അടിയിലുള്ള ആൾക്കാർക്ക് കുറച്ച് എന്ത് വേണം? പൊളിറ്റിക്കൽ നോളജ് വേണം. നോളജ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പഠിച്ചിരിക്കാൻ പറ്റും. ഈ നോളജ് മാത്രം പോരാ, നോളജിന്റെ കൂടെ എന്തും വേണം? പണവും വേണം. ഇത് കിട്ടിയാലേ അവര് രക്ഷപ്പെടുള്ളൂ. ചൈനയിലും ഇന്ത്യയിലും ഉണ്ടായിട്ടുള്ള ഒരു വലിയ കാര്യം അതാണ് കേട്ടോ. ചൈനയിൽ എന്താ സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ, ചൈനയിലോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലൊക്കെ ഉണ്ടാവണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ലോവർ ക്ലാസ്സിലേക്കും കൂടെ ഇൻകം എന്ത് ചെയ്യുന്നുണ്ട്? ലോവർ ക്ലാസ്സിലേക്കും കൂടെ ഇൻകം എന്ത് ചെയ്യും? ഇറങ്ങി വരും. ലോവർ ക്ലാസ്സിലേക്ക് ഇൻകം ഇറങ്ങി. ഞാൻ കഴിഞ്ഞ ദിവസം മേഘമല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. മേഘമല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയപ്പോ അവിടെ കുറെ ആൾക്കാരുണ്ട്, കുറെ പണികൾ നടക്കുന്നുണ്ട്. ഞാൻ ആ പോയ ട്രിപ്പില് 3 സ്ഥലത്ത് ഞാൻ കൂലി അന്വേഷിച്ചു. കൂലി തമിഴ്നാട്ടില് കൂലി അന്വേഷിച്ചപ്പോ അവിടെയുള്ള കൂലി 450 രൂപയാ. തേയില തോട്ടത്തില് രാവിലെ 8 മണിക്ക് തുടങ്ങുന്ന പണി വൈകുന്നേരം 5:30-6 മണി വരെ ഉണ്ടാവുന്ന പറഞ്ഞു. മനസ്സിലായ? 450 രൂപയാണ് ഇത് കിട്ടണേ, കൂലി കിട്ടണ ഒരു ദിവസം. 450 രൂപ. അത്രയും നേരം പണിയെടുത്തിട്ട് 450 രൂപ കൂലി കിട്ടി. 30 ദിവസം പണിയെടുത്താൽ എത്ര കാശ് കിട്ടും? 500 കിട്ടും. 30 ദിവസം പണിയെടുത്താൽ എത്ര കാശ് കിട്ടും? 15,000 രൂപ കിട്ടുള്ളൂ. 15,000 രൂപ ആകെ കിട്ടുള്ളൂ. 15,000 രൂപ മതിയാ ജീവിക്കുക. നിങ്ങളൊരു മാസം അവിടെ എത്ര ഫീസ് അടയ്ക്കുന്നുണ്ട്? 900 അടയ്ക്കുന്നില്ലേ? ആ കുട്ടികൾക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ? അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്തുണ്ടാവും? അവർക്ക് വേണ്ടത്ര വിദ്യാഭ്യാസം കിട്ടില്ല. അപ്പൊ അവർക്ക് ഉയർന്ന ലെവലിലേക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പൊ എന്തുണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വില്ലേജ് അങ്ങനെ തന്നെ നിൽക്കും. അങ്ങനെ തന്നെ നിൽക്കും. അവരുടെ മക്കൾ വരുമ്പോൾ ഇതന്നെ അവസ്ഥ. പിന്നെ അവരുടെ മക്കൾ വരുമ്പോൾ ഇതന്നെ അവസ്ഥ. ഇനി അവിടെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 400-500 കൂലി കിട്ടണ എത്ര കിട്ടണം? നമ്മളോട് കിട്ടണ പോലെ ഒരു 800-900 കിട്ടണം. ആ കൂലി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? എന്നുള്ളതാണ് പിന്നത്തെ ചോദ്യം. മനസ്സിലായോ? ആ ചോദ്യം നിങ്ങൾക്ക് വിട്ടുതരികയാണ്. എന്നാലും അവർ രക്ഷപ്പെടുള്ളൂ. അല്ലെങ്കിൽ അവരവിടെ തന്നെ നിൽക്കുന്നുള്ളതാണ്. കേരളത്തിൽ അങ്ങനെയാണോ? കേരളത്തിലേക്ക് എന്തുകൊണ്ടാണ് പല ആളുകളും പറഞ്ഞത് ഇവിടെ കൂലി എന്താ ഭയങ്കര കൂടുതലാണ്? കേരളത്തിൽ ഒരു പണിയില്ലെങ്കിൽ ശരിക്കും ജീവിക്കാം. വല്ല കൂലി പണിക്ക് പോയി ജീവിക്കാം. 1000 കിട്ടും. എന്തൊക്കെ കഴിഞ്ഞാലും ഒരു 30,000 കിട്ടും. ഇരട്ടി പൈസയാണ് കിട്ടുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ വിശേഷം. എന്താ എഴുതിയോ?
എഴുതി അവസാനിപ്പിക്കുക. യുവമാരൊന്ന് പോലീസ് കയറിയിട്ട് പറഞ്ഞ പോലെ എനിക്ക് ഓർമ്മയുണ്ട്, ചെറുതായിട്ട് ലൈവ് കണ്ടത് ഓർമ്മയുണ്ട്. അത് ഈ കോടൊക്കെ എടുത്തിട്ട് അടിച്ച് പൊട്ടിക്കാണ്. ആളുകളെ മാത്രമല്ല ആക്രമിച്ചാണ്, വീടൊക്കെ എന്ത് ചെയ്തിട്ട് തകർത്ത് കളഞ്ഞിട്ട് വീട് പോലീസുകാർക്ക് കരുതുന്നത് ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും. എന്തായി കഴിഞ്ഞാൽ അപ്പൊ ഇത് കഴിഞ്ഞു, അടുത്തേക്ക് കിടക്കാം. വേറെ കാര്യം കേട്ടോ, ഞാൻ എപ്പോഴും പറയണ പോലെ നിങ്ങൾക്ക് യാതൊരു പ്രതീക്ഷ അല്ലാതെ അങ്ങനെയാണ് എന്റെ അവസ്ഥ. അത് പറഞ്ഞിട്ട് ഒരു മാറ്റവും ജാതിയിൽ വന്നിട്ട് പിന്നാലെ കഴിഞ്ഞ നോക്കിയേ. ഇനി ഏതെങ്കിലും വിട്ടുണ്ടോ നോക്കിയേ? 17 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും വിട്ടുണ്ടോ നോക്കിയേ? 17 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും നമ്പർ വിട്ടുണ്ടോ നോക്കിയേ? ലീവ് ചെയ്തിട്ടുണ്ടോ? 15 വരെ നോക്കിയാൽ 15 അക്കൗണ്ടുകളൊക്കെ ചെയ്ത് നോക്കിയാൽ അത് ഞാൻ പാരാമെട്രിക് ചെയ്തിട്ടുണ്ടാവുന്നതാണ് എന്റെ വിശ്വാസം. പിന്നെ ഇത് മാത്രല്ല കേട്ടോ, പിന്നെ വേറെ ഡിസ്ക്രിമിനേഷൻ ആണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ കേട്ടോ. സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള വ്യത്യാസം അത് വേറെ. ഇതൊന്നും പോരാഞ്ഞിട്ട് അത് വേറെ. ജാതി ഉണ്ട്, മതമുണ്ട്, അല്ലേ, പാർട്ടി ഉണ്ട്. പിന്നെ അത് പോരാഞ്ഞിട്ടാണ് എന്ത് സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള ഡിസ്ക്രിമിനേഷൻ വേറെ എന്ന് പറയും. എന്താ ഈ കഴിഞ്ഞോ? ഒന്നും വിട്ടിട്ടില്ലല്ലോ. അപ്പൊ അടുത്ത ഹെഡിങ് കൊടുത്തോ, പുതിയ സാധനം പിടിക്കാം. എന്തേ ഇനി ഉണ്ടോ? ഒരു ഫോർമുല വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോ മക്കളെ. അതായത് 3 എണ്ണം വന്നു കഴിഞ്ഞാല് പ്രോഡക്റ്റ് കാണാൻ ഒരു ഫോർമുല ഉണ്ട്. അതായത് ഒന്ന് എഴുതി വെച്ചേ, ഒരു ബോക്സ് ചെയ്ത് വെച്ചാൽ മതി. d/dx ഓഫ് u v w. നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? u ഇൻറ്റു v പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ എത്ര വന്നാണ് u v w. അപ്പൊ എത്ര വരണേ? 3 ഫംഗ്ഷന്റെ പ്രൊഡക്റ്റ്. അപ്പൊ എന്താ? ഫസ്റ്റ് ഫംഗ്ഷന്റെ പ്രൊഡക്റ്റ് ബാക്കിയുള്ളവര്, സെക്കൻഡ് ഫംഗ്ഷന്റെ പ്രൊഡക്റ്റ് ബാക്കിയുള്ളവര്, പിന്നെ ബാക്കിയുള്ളവർ തേർഡ് ഫംഗ്ഷന്റെ പ്രൊഡക്റ്റ്. നോക്കിയേ, ഇവിടെ ശ്രദ്ധിച്ചേ, തിരിച്ചു വരിക. പോണോ? എത്ര ഫംഗ്ഷനാ? അപ്പൊ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഇതിന്റെ ഫോർമുല എന്താ? ഫസ്റ്റിന്റെ ഡിഫറൻഷ്യല് ഇൻറ്റു സെക്കൻഡ് തേർഡ്. കുഴപ്പമില്ലല്ലോ, എളുപ്പം ചെയ്യാൻ പറ്റും മാറും. പിന്നെ ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡിന്റെ ഡിഫറൻഷ്യല് തേർഡ്. പിന്നെ ഏതാ? ഫസ്റ്റ്, സെക്കൻഡ്, പിന്നെ ആരാ? തേർഡിന്റെ ഡിഫറൻഷ്യൽ. അന്ന് ബോക്സ് ചെയ്ത് വെച്ചാൽ മതി. എപ്പോഴെങ്കിലും ആവശ്യം വന്ന് ഉപയോഗിക്കും. ഐഡിയ മനസ്സിലായ? ഫോർമുല മനസ്സിലായ? 3 എണ്ണം പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റിന്റെ ഡിഫറൻഷ്യല് സെക്കൻഡ് തേർഡ് പ്ലസ് ഫസ്റ്റ് സെക്കൻഡിന്റെ ഡിഫറൻഷ്യല് തേർഡ് പ്ലസ് ഫസ്റ്റ് സെക്കൻഡ് തേർഡിന്റെ ഡിഫറൻഷ്യൽ. അങ്ങനെ ചെയ്യാം, എളുപ്പം ചെയ്യാൻ വേണ്ടി. അപ്പൊ അതിന് പടി കഴിച്ചിട്ട് അടുത്ത ഡെറിവേറ്റീവ്സ് ഓഫ് ഫങ്ഷൻസ് ഇൻ പാരാമെട്രിക്. Derivatives of functions parametric form. മാറ്റൂട്ടോ. അടുത്ത ഹെഡിങ് കൊടുത്തിട്ട് പാരാമെട്രിക് ഫോം. പ്രോബ്ലം ചെയ്യുന്ന വഴി എന്ത് ചെയ്യാം? അത് പ്രാക്ടീസ് ആക്കി കൊണ്ടുവരാം. എക്സാമ്പിൾ 34 ഇന്നും നാളെ അപ്ലിക്കേറ്റ് ചെയ്യാം. ഈ എക്സസൈസ് നമ്മൾക്ക് തീർക്കാം. ചോദ്യം ചെയ്ത് വഴി പ്രാക്ടീസ് ചെയ്യാം. പാരാമെട്രിക് ഫോം എന്താണെന്നുള്ളത് മനസ്സിലാവും, എഴുതുമ്പോൾ മനസ്സിലാവും. ഫൈൻഡ് dy/dx x equal to a cos theta y equal to a sin theta. ബോർഡ് ശ്രദ്ധിച്ചാൽ മതി. ശ്രദ്ധിക്കാം. ഇപ്പൊ നമുക്ക് എന്താ കാണണ്ടേ? dy/dx. നമുക്ക് എത്ര ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്? അവർ എക്സ് തന്നിട്ടുണ്ട്, സെപ്പറേറ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? y തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് dy/dx ആണ്. dy/dx എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? y-ൽ വരുന്നതിനനുസരിച്ച്, സോറി, x-ൽ വരുന്നതിനനുസരിച്ച് y-ൽ വരുന്ന മാറ്റം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. y ഇൻ ടേംസ് ഓഫ് x ആണോ തന്നെയാണ്? അല്ല. നമ്മൾ ഇതുവരെ ചെയ്തതിലൊക്കെ x y-ക്ക് നേരിട്ടാണ് തരുന്നത്. y ഈക്വൽ ടു ഇന്നത്, അല്ലെ? അല്ലെങ്കിൽ x raised to y plus y raised to x, അല്ലെ? അല്ലെങ്കിൽ y ഈക്വൽ ടു sin x. ആ രീതിയിലേക്കായിരുന്നു നമുക്ക് തന്നിരുന്നത്. എക്സ് വൈ ഡയറക്റ്റ് കണക്ഷൻ ആയിരുന്നു. ഇപ്പൊ എക്സ് വൈ ഡയറക്റ്റ് കണക്ഷൻ ആണോ? അല്ല. എക്സ് ആരായിട്ട് റിലേറ്റ് ചെയ്യുന്നത്? വേറെ വേരിയബിൾ കൂടി ഉണ്ട്. ഏതാ? തീറ്റ.
എക്സ് ആരായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട് തീറ്റ, വൈ ആരായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ തീറ്റ മാറുന്നതനുസരിച്ച് ഇവിടത്തെ ഈ തീറ്റ മാറുന്നതനുസരിച്ച് ആര് മാറും? എക്സ് മാറും. അതിനനുസരിച്ച് ഇവിടെ തീറ്റ മാറുമ്പോൾ ഇവിടെ തീറ്റ മാറിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിനനുസരിച്ച് ആര് മാറിയിട്ടുണ്ടാവും? വൈ മാറിയിട്ട്. അപ്പൊ എക്സിൽ ഒരു മാറ്റം വരുന്നുണ്ട് എപ്പോ തീറ്റ മാറാനനുസരിച്ച്. അതുപോലെ തന്നെ ഒരു മാറ്റം എവിടെയും വന്നിട്ടുണ്ടാവും, വൈയിൽ വന്നിട്ടുണ്ടാവും. അപ്പൊ അവിടെ വന്ന എക്സിൽ വന്ന മാറ്റം വിത്ത് വൈയിൽ വന്ന മാറ്റം, അതാണ് ഇത് dy ബൈ ഡി എക്സ്. ഇത് കാണാനായിട്ട് നമ്മൾക്ക് ഫോർമുല ഉണ്ട്. dy ബൈ ഡി എക്സ് കാണാനായിട്ട് ബോർഡ് ശ്രദ്ധിക്കണം. ദയവായിട്ട് നമ്മൾ ആദ്യം എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? dy ബൈ ഡി തീറ്റ കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് കാൽക്കുലേറ്റ് ചെയ്യാം dy ബൈ ഡി തീറ്റ. dy ബൈ ഡി തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ y വിത്ത് റെസ്പെക്ട് ടു തീറ്റ ബൈ ആരാ? dx ബൈ ഡി തീറ്റ കൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇതോടെ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? dx ബൈ ഡി തീറ്റ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ x വിത്ത് റെസ്പെക്ട് ടു ആരാ? തീറ്റ. കുഴപ്പമില്ലല്ലോ. ഇത് റെസിപ്രോക്കലി ചെയ്ത് വരുമ്പോൾ ഏത് കട്ടായി പോകും? അതൊക്കെ പറഞ്ഞേ ഡി തീറ്റ കട്ടാവും. എന്നിട്ട് ഏതിനെ വരിക നമുക്ക്? dy ബൈ ഡി എക്സ്. അപ്പൊ നമ്മൾ സെപ്പറേറ്റ് എന്ത് കാണുക? dy ബൈ ഡി തീറ്റ കാണുക. എന്നിട്ട് രണ്ടും കൂടെ എന്ത് ചെയ്യുക? രണ്ടും കൂടെ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? dy ബൈ ഡി എക്സ് കിട്ടും. പറഞ്ഞ ചെയ്യണം നോക്കുക. അപ്പൊ ഇനി ഈ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യുക? അപ്പൊ ഇങ്ങനെ രണ്ട് സെക്ഷനായിട്ട് ഒരു തേർഡ് വേരിയബിളിലേക്ക് കണക്ട് ചെയ്തിട്ട് തരുന്ന ഫോമുകളെയാണ്, ഫംഗ്ഷൻസിനെയാണ് എന്ന് പറയുന്നത് നമ്മള് പാരാമെട്രിക് ഫോം എന്ന് പറയുന്നത്. എന്താണ് പാരാമെട്രിക് ഫോം? അപ്പോൾ ഒരു തേർഡ് വേരിയബിൾ ഉണ്ടാവും, കോമൺ ആയിട്ടുള്ള ഒരു തേർഡ് വേരിയബിൾ ഉണ്ടാവും, എക്സിലേക്കും വൈയിലേക്കും. പിടികിട്ടിയാ പറഞ്ഞ എക്സിലേക്കും വൈയിലേക്കും കോമൺ ആയിട്ടുള്ള ഒരു തേർഡ് വേരിയബിൾ ഉണ്ടാവും. അതിനാണ് പാരാമെട്രിക് ഫോം എന്ന് പറയുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വൈയുടെ ഡിഫറൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു ആരാണ്? എക്സ് ആണ്. അപ്പൊ നമ്മൾ ഓരോന്നിന്റെയും കണ്ടിട്ട് വൈ എന്ത് ചെയ്യണോ? ഡിവൈഡ് ചെയ്ത് എടുക്കുക. അപ്പൊ നമുക്ക് ആ റിലേഷൻ കിട്ടും. ഇതാണ് ബേസിക് ഫോർമുല. ഇനി എങ്ങനെ ചെയ്യണം നോക്കാം നമുക്ക്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഫസ്റ്റ് നമുക്ക് ഏത് കാൽക്കുലേറ്റ് ചെയ്യാം? പറയടാ. dy ബൈ ഡി തീറ്റ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ എന്താ വരിക? ഡി ബൈ ഡി തീറ്റ ഓഫ് ആരാണ്? ഓഫ് ആരാ? വൈ. ഒന്ന് ഉറക്കെ പറഞ്ഞ ആരാ? വൈ. വൈ ആരാ? എ സൈൻ തീറ്റ. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? എ എന്താ? എ ഇസ് എ കോൺസ്റ്റന്റ്. അതിനെ മാറ്റി നിർത്തണം. ഇനി ആരുടെ ഡിഫറൻഷ്യലാ? സൈൻ തീറ്റയുടെ ഡിഫറൻഷ്യൽ എന്താ? കോസ് തീറ്റ. പിന്നെ വല്ലത് എഴുതണ്ട. ഇനി ഡി തീറ്റ അങ്ങോട്ട് എഴുതിക്കൊണ്ടിരുന്ന എത്രയത്? 1. കാരണം എന്താ? ഡിഫറൻഷ്യൽ ഓഫ് തീറ്റ വിത്ത് റെസ്പെക്ട് ടു ആരാ? തീറ്റയാണ്. അവിടെ എക്സ് ആണെങ്കിൽ ഡി തീറ്റ ബൈ എക്സ് വേണ്ടി വരും അല്ലെ? നമ്മൾ വൈ എഴുതുന്ന പോലെ. ഇവിടെ അത് വേണ്ട. തീറ്റ ആയതുകൊണ്ട് തീറ്റയുടെ ഡിഫറൻഷ്യൽ കൊണ്ടാണ് പേ പോസിറ്റീവിൽ നിന്നു. ഇനി ഡി എക്സ് ബൈ ഡി തീറ്റ. ഡി എക്സ് ബൈ ഡി തീറ്റ എങ്ങനെ ചെയ്യാം? ഡി ബൈ ഡി തീറ്റ ഓഫ് എക്സ്. ആരാ എക്സ്? എ കോസ് തീറ്റ. എനെ മാറ്റിയിട്ടു. കോസ് തീറ്റയുടെ ഡിഫറൻഷ്യൽ എന്താ? തീറ്റയുടെ ഡിഫറൻഷ്യൽ എത്രയാ? 1. എന്തുകൊണ്ടാ? വിത്ത് റെസ്പെക്ട് ടു തീറ്റ ആയതുകൊണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് രണ്ടും കിട്ടി. ഇനി എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? dy ബൈ ഡി എക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ എഴുതും കേട്ടോ. dy ബൈ ഡി എക്സ് ഈക്വൽ ടു, ഞാൻ ഒന്നുകൂടെ ആ ഫോർമുല എഴുതുന്നുണ്ട്, അതിൽ മടി എന്ന് വിചാരിക്കുന്നത് നിങ്ങൾ dy ബൈ ഡി തീറ്റ ബൈ ആരാ? dx ബൈ ഡി തീറ്റ. ഇത് നിങ്ങൾ ഇവിടെ ചെയ്ത് നോക്കിയേ. അതായത് dy ബൈ ഡി തീറ്റ ബൈ dx ബൈ ഡി തീറ്റ. ഇത് സിമ്പിൾ ആയിട്ടുള്ള മാക്സിമം ചെയ്ത് നോക്കിയാൽ എന്താ വരിക? മുകളിലുള്ളത് ബൈ അടിയിലുള്ളതിന്റെ എന്ത്? റെസിപ്രോക്കൽ. എഴുതിയിരിക്കില്ല. ജസ്റ്റിനോട് ശ്രദ്ധിക്കുക. ആദ്യത്തെ കണക്കിൽ ചെയ്യുന്നത്. അപ്പൊ ഡി തീറ്റ എന്ത് ചെയ്യുക? അപ്പൊ ഈ സാധനം എന്ന് പറഞ്ഞാൽ എന്താണ്? dy ബൈ ഡി എക്സ് ആണ്. നമ്മളോട് എഴുതണേ, വേറെ ഒന്നുമില്ല. അപ്പൊ dy ബൈ ഡി എക്സ് എന്ത് ചെയ്യാം നമുക്ക്? dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു dy ബൈ ഡി തീറ്റ ആരാ? എ കോസ് തീറ്റ ഡിവൈഡ് ബൈ dx ബൈ ഡി തീറ്റ ആരാ? ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് മൈനസ് എ സൈൻ തീറ്റ എന്ന് എഴുതിക്കോട്ടെ. അപ്പൊ അടിയിൽ മൈനസ് എ സൈൻ തീറ്റ. എയും ബൈയും എന്താ? ക്യാൻസൽ. അപ്പൊ dy ബൈ dx എന്ത് വരും? dy ബൈ dx ഈക്വൽ ടു എന്തുണ്ട്? മൈനസ് ഉണ്ട്. കോസ് തീറ്റ ആരാ? കോട്ട് തീറ്റ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? dy ബൈ dx കിട്ടി. അപ്പൊ തീറ്റയ്ക്ക് എക്സിൽ വരുന്ന എക്സിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് വൈയിൽ വരുന്ന മാറ്റം കിട്ടി. അപ്പൊ അത് എങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച്? തീറ്റയ്ക്ക് വരുന്ന മാറ്റം അനുസരിച്ച് അത് കണ്ടുപിടിച്ചു. തീറ്റയ്ക്ക് വരുന്ന മാറ്റം അനുസരിച്ച് എന്നിട്ട് അത് രണ്ടും ഡിവൈഡ് ചെയ്തെടുത്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? വൈയിൽ വരുന്ന മാറ്റം വിത്ത് റെസ്പെക്ട് ടു ആര് കിട്ടി? എക്സ് കിട്ടി. ഓക്കെ, ഇതാണ് ഈ മോഡൽ. ഇനി ഇതേ മോഡൽ തന്നെ കുറച്ച് കണക്കുകളുണ്ട്, എക്സസൈസ് ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ വേറെ തീയതി ഒന്നും നമ്മൾ എഴുതുന്നില്ല. പ്രോബ്ലം നേരിട്ട് ടീച്ചിക്കും. ഒന്ന് നോക്കാൻ. അപ്പൊ എക്സാമ്പിൾ 34 ആണ് ഇപ്പൊ ചെയ്തത് കേട്ടോ. എക്സാമ്പിൾ 34, 35 ചെയ്യാം, 36 ചെയ്യാം. ഇത് തനിയെ ചെയ്യാവുന്നേ പറ്റി. അടുത്ത എക്സാമ്പിൾ 35 ചെയ്യാം കേട്ടോ. ഇത് 34 ആണ്, അടുത്ത 35. വേഗം ആയിക്കോട്ടെ. നിങ്ങളുടെ പോണ IELTS പഠിച്ചിട്ട് നേഴ്സായിട്ട് UK തിരിക്കാനുള്ള പരിപാടി അല്ലേ?
ഓസ്ട്രേലിയക്കാണ്. ഓസ്ട്രേലിയ തിരക്കാൻ പറയുന്നില്ല, കുഴപ്പമൊന്നുമില്ല. സീറ്റ് ബുക്ക് ചെയ്തു ഓൾറെഡി. എവിടെ ബുക്ക് ചെയ്തന്നെ? എത്ര ലക്ഷം പൊട്ടിച്ചു? അതൊക്കെ അന്വേഷിക്കണം. എത്ര കാശ് ചെലവായി, ഏത് സ്ഥലം, എങ്ങനെ ബുക്ക് ചെയ്തേ? സീറ്റൊക്കെ ബുക്ക് ചെയ്ത് ആരുടെ അവിടെ ഇങ്ങനെയാണെന്നോ? എല്ലാവരും യു കെക്ക് പൊക്കോ. താല്പര്യം പറഞ്ഞു പോവാൻ. എന്തത് ആ കേരളം നല്ല രീതിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് പുറത്ത് വന്നാൽ പോലെ പറയുന്നത്. അങ്ങനെ അങ്ങോട്ട് താല്പര്യം കേരളം മതി നമുക്ക്. കയ്യിലൊരു മാസം ഒരു 1,00,000 രൂപ കിട്ടാണ്ടെങ്കിലോ ഇതിലും വലിയ സ്വർഗ്ഗമില്ല. കേരളം ഏറ്റവും നല്ല സ്ഥലം. കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മുടെ മെഡിക്കൽ സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ സിസ്റ്റം ഒക്കെ ഭയങ്കര ടോപ്പാണ്. സത്യത്തില് ടോപ്പാണ്. നമുക്ക് ഇവിടുത്തെ ആൾക്കാർക്ക് അറിയില്ല ഇഷ്ടം. സത്യത്തില് വല്ലതും വായി പഠിപ്പിച്ചിട്ടുണ്ട്. പറയാം, സത്യമാണ്. എന്തിനു പറയുന്നത് തമിഴ്നാട്ടിൽ പോയാൽ മതി. ഹെൽത്ത് സിസ്റ്റത്തിന്റെ സംഗതി അറിയണമെങ്കിൽ തമിഴ്നാട് പോയാൽ ഹെൽത്ത് കെയർ ഒക്കെ നമ്മുടെ ഇന്റർനാഷണൽ ലെവലിലെ വരണ ലെവലാണ് കേട്ടോ. ഹെൽത്തില് ഈവൺ യൂറോപ്പിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഹെൽത്ത് സിസ്റ്റം കേരളത്തിലാണ് കേട്ടോ. വേണമെങ്കിൽ ബാധിക്കാം നമുക്ക്. ഏതറ്റം തന്നെ നമ്മളെ ഡിബേറ്റ് ചെയ്യാം, നോ പ്രോബ്ലം. പക്ഷെ റെഡിയാണ് മതി. യൂറോപ്പിനേക്കാളും നല്ല ഹെൽത്ത് സിസ്റ്റം ഇവിടെ തന്നെ. അല്ല, ഇത് ഞാൻ പറഞ്ഞല്ലോ, കറക്റ്റ് ഞാൻ പറഞ്ഞല്ലോ. കറക്റ്റ് ഓർമ്മയില്ല പറഞ്ഞല്ലോ. കറക്റ്റ് റിസർവേഷൻ ആണ് അല്ലേ? ആദ്യ റേഞ്ചിലേക്ക് പറഞ്ഞു പറ്റും. ഏതാ സ്ഥാനപ്പേര് ഈ ക്വാലിറ്റിയുടെ അവാർഡുകളോ ആദ്യ റേഞ്ചിൽ തന്നെയല്ല. പക്ഷെ ഈ ക്വാലിറ്റി വരുന്ന ഫസ്റ്റ് ആൻഡ് സെക്ഷൻസ് ആ ഡിവിഷനൊക്കെയാണോ വരുന്നത്? ആദ്യ റേഞ്ചിൽ തന്നെ വരുന്നത് മോളിൽ. അത് പിന്നെ ഇന്ത്യയുടെ ഡെഫിനിഷനൊക്കെയാണ്. അങ്ങനെയല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ വായിക്കുക എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനാണ് ബേസിക് ഡോക്യുമെന്റ്. അതിന്റെ കമന്ററീസ് ഉണ്ട് ചെയ്യും. കമന്ററീസ് ഈക്വാലിറ്റിയെ കുറിച്ചുള്ള ആർട്ടിക്കിളിന്റെ ഓപ്പോസിറ്റാണെങ്കിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷേ സ്റ്റേറ്റ്മെന്റ് ഉള്ള ശരിക്കും. പക്ഷെ കോടതികളിൽ അങ്ങനെയല്ല. ഈ ആർട്ടിക്കിളിന്റെ ഒരു എക്സ്ട്രാമിനേറ്റ് അതായത് എക്സ്പാൻഡ് ചെയ്ത് ശരിയത് ആർട്ടിക്കിള് കോൺസ്റ്റിറ്റ്യൂഷൻ വായിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ആ നിയമപുസ്തകം എടുത്ത് വായിക്കാന്നുള്ളതല്ല. നിയമപുസ്തകം വായിക്കണം, അതിന്റെ സംഭവമായിട്ട് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തതെന്ന് വായിക്കണം. ഇതിന്റെ ഡയലോഗ്സ് ഉണ്ട്. അതായത് ഇപ്പൊ ഇത് ഡിബേറ്റ് ഡയലോഗ്സ് ഉണ്ട്. ഈ ഡയലോഗ്സ് പഠിക്കണം. ഡയലോഗ് PSC എല്ലാവരും പഠിക്കുന്നത്. പക്ഷെ ആക്ച്വലി എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇൻഡെപ്തായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് നമ്മുടെ ലൈഫിൽ കൂടെ എന്ത് ചെയ്യണം, ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു കാര്യം. മനസ്സിലായോ? അത് പറ്റില്ലെങ്കിൽ ഇപ്പൊ PSCക്ക് പഠിക്കുന്ന ആൾക്കാർ കംപ്ലീറ്റ് സാധനം പഠിച്ചു വന്നിട്ട് പറഞ്ഞിട്ട് അപ്പോ അതിന്റെ പ്രശ്നം ഞങ്ങളൊരു സമയത്ത് ഞാൻ PSC കോച്ചിങ് സമയത്ത് അവരൊരു ചേച്ചി എടുക്കാൻ വന്നു, ടീച്ചർ എടുക്കാൻ വന്നു. ഞങ്ങൾ ഇവിടെ ഒരു മുസ്ലിം പള്ളിയിൽ തന്നെ ചെറുത്തന്നെ അവിടെ തോന്നുന്നു. അതെ. അപ്പോ അവിടെ ക്ലാസ്സിൽ ഡിബേറ്റ് നടന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ശബരിമലയിലെ സ്ത്രീകൾക്ക് കയറാനായിട്ട് റൈറ്റ് വേണം. കംപ്ലീറ്റ് സ്ത്രീകളാണ്, ബോയ്സ് കുറച്ച് വരും. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ കേറണമെന്നുള്ളൊരു ഞാൻ പറഞ്ഞു. കേറണമെന്നുള്ളൊരു ഞാൻ പറഞ്ഞപ്പോൾ ഭൂരിഭാഗം സ്ത്രീകളും കുട്ടിച്ചു തുടങ്ങി. ഭൂരിഭാഗം സ്ത്രീകളും കുറെ കേറണമെന്ന് പറഞ്ഞു. കേരളം ഞാൻ ഈശ്വരവാദിയിൽ പോകുന്ന ആളായിരുന്നു. അപ്പൊ കേരളം പറഞ്ഞാൽ ഞങ്ങൾ മാത്രം ഓരിക്കടി പറ്റിയ. അപ്പൊ ആക്ച്വലി എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ റൈറ്റ്സിനെ കുറിച്ച് എന്താണ് ബോധ്യമാണ്. മനസ്സിലായോ? ആ റൈറ്റ് മനസ്സിലാണെങ്കിൽ എന്ത് ചെയ്യണം,
അപ്പൊ റിലീജിയസ് ആയിട്ടുള്ള ആ ട്രഡീഷണൽ ആയിട്ടുള്ള തോട്ട്സ് ഇവിടെ എന്താ ഇവിടെ വന്ന് തട്ടി നിൽക്കുക. അതിനെ മറികടക്കാൻ ഇവർക്കൊക്കെ സാധിക്കണില്ല. ചരിത്രം പഠിച്ചാലാണ് നമ്മളിവിടേക്ക് എത്തിയത് എങ്ങനെയാണെന്നുള്ള ചോദ്യം. അതറിഞ്ഞാലാണ് എങ്ങനെ പോകണമെന്നുള്ള കുറിച്ചൊരു ധാരണ കിട്ടും. അത് മനസ്സിലാവില്ല. അത് മാത്രമല്ല കേട്ടോ, അതിൽ തന്നെ വേറൊരു വിഷയമുണ്ട്. സ്ത്രീധനായിട്ട് ബന്ധപ്പെട്ട് ഒരു ചർച്ച നടത്തിയപ്പോഴേ ഇതുപോലെ അതേ ക്ലാസ്സിൽ തന്നെ സംഭവിച്ചതാ. സ്ത്രീധനം കൊടുക്കണമെന്ന് ചോദിച്ചപ്പോ പെണ്ണുങ്ങൾ കംപ്ലീറ്റ് എന്ത് പിന്നെ ബ്രേക്ക് ചെയ്യാൻ എളുപ്പമല്ല. അത് പക്ഷെ ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഇങ്ങനത്തെ കാര്യങ്ങളെ സോഷ്യലൊക്കെ പഠിക്കുന്നില്ലേ, സോഷ്യലൊക്കെ പഠിപ്പിക്കുന്നില്ലേ സ്കൂളില്, സോഷ്യൽ സയൻസോ ഹിസ്റ്ററി ഒക്കെ പഠിപ്പിക്കുന്നില്ലേ. സത്യത്തില് എന്റെ അഭിപ്രായത്തില് ഇവരെ ഈ പണിയൊക്കെ നിർത്തിയിട്ട് പൊക്കോളാൻ എനിക്ക് പറയാനുള്ളൂ. മനസ്സിലായ? ഹിസ്റ്ററി സോഷ്യലൊക്കെ പഠിപ്പിക്കുമ്പോഴേ റൈറ്റ്സിനെ കുറിച്ചൊന്നും എന്താ റൈറ്റ്സിനെ കുറിച്ചും ബോധ്യമില്ല, അതുപോലെ എന്താണ് ഡ്യൂട്ടീസിനെ കുറിച്ച് ബോധ്യമില്ല. അതാണ് പ്രശ്നം. ഇതൊന്നും എവിടെ നിന്ന് കിട്ടുന്നില്ല, എവിടെ നിന്ന് കിട്ടുന്നില്ല. ക്ലാസ് റൂമൊക്കെ വെറും വേസ്റ്റ് നമ്മുടെ അവിടെ. വെറുതെ മെക്കാനിക്കൽ ആയിട്ടുള്ള ക്ലാസ് റൂംസ് മാത്രമാണ്. ഈ പുറത്തത്തെ എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ അത് വ്യത്യാസം. ഈ UK ഉണ്ടല്ലോ, യു കെയില് ശശി തരൂരായിട്ടുള്ള ഒരു ഡിബേറ്റില് ഒരാള് പറയാ, ഇവര് പറയാണ് ഞങ്ങള് ബാക്കിയുള്ളവരെ മുഴുവൻ എന്താണ് മൊത്ത ലോകത്തിന് ഞങ്ങൾ എന്ത് ചെയ്യാണ് ചെയ്തേ, രക്ഷിക്കുകയാണ് ചെയ്തതെന്ന് പറയുകയാണ് ഒരു ഡിബേറ്റ് ചെയ്യണ സമയത്ത്. ഒരു അബ്രോഡ് വന്നിട്ടുള്ള ഒരാള് പറയാ. അപ്പോഴാണ് ശശി തരൂര് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണേ, നിങ്ങളിവിടെ വന്ന് കാട്ടിക്കൂട്ടി അംഗങ്ങൾ എങ്ങനെയാണെന്നൊക്കെ പറയണം. അപ്പൊ പിന്നീട് അവർ റിയലൈസ് ചെയ്തിട്ട് പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തില് അവര് ഇവിടെ ചെയ്തു വന്നിട്ട് കാണിച്ചു കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, ഒന്നും എന്ത് ചെയ്യുന്നില്ല, പഠിപ്പിക്കണില്ല. അപ്പൊ അവരെ സംബന്ധിച്ചത് അറിയില്ല. അപ്പൊ അവര് കരുതിയിരിക്കണ എന്താണ്, അവരാണ് ലോകത്തെ മുഴുവൻ എന്ത് ചെയ്ത് ഇന്ത്യക്കാരെ മുഴുവൻ അങ്ങ് നന്നാക്കി മറിച്ചു കളഞ്ഞ ആരാന്നാണ് വിചാരത്തിൽ ആരിയിരിക്കണേ, അവിടുത്തെ കുട്ടികളിരിക്കണേ. അതിന്റെ രസം എന്താണെന്നറിയോ, നമ്മുടെ ഇവിടെ എന്താ അവസ്ഥ എന്നറിയോ, നമ്മുടെ ഇവിടെ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഒക്കെ വന്നു കഴിഞ്ഞിട്ട് പറയണ എന്താ അറിയോ, അവസാനം 12 കൊല്ലം ഹിസ്റ്ററി സോഷ്യൽ വേണ്ട 10 കൊല്ലം കൂട്ടി 10ാം ക്ലാസ്സിൽ സോഷ്യലില് ഫുൾ A+ ഒക്കെ മേടിച്ചിട്ട് വന്നിരുന്നിട്ട് 2-3 കൊല്ലം കഴിഞ്ഞാൽ പറയണ വർത്താനം നിങ്ങൾ പലരും പറയുക. ചിലപ്പോ അത് എന്താ ബ്രിട്ടീഷുകാർ വന്ന കാരണമാണ് നമ്മൾ എന്ത് ചെയ്തേ രക്ഷപ്പെട്ടെ, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ പോയത് എന്തായി മോശമായി എന്നൊക്കെ പറയണ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ പലപ്പോഴും ഞാൻ ഭയങ്കര രസമാണ്. ഫ്രണ്ട്സിന്റെ കൂടെ പോകുമ്പോഴേ ഏതെങ്കിലും ഡാമിലേക്ക് കയറി കഴിഞ്ഞാൽ അപ്പൊ തന്നെ തുടങ്ങുമാര് എന്ത് ബ്രിട്ടീഷുകാരുണ്ടായ കാരണം ഇതൊക്കെ ഉണ്ടായി. ഇടുക്കി ഡാമിൽ പോയിട്ട് പറയാ ബ്രിട്ടീഷുകാരുണ്ടായ കാരണം ഇതൊക്കെ ഉണ്ടായിരുന്നു. മനസ്സിലായ? ഭയങ്കര അവസ്ഥ. അതിന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് എന്ത് ചെയ്യാണ് പണിതാണ്. നിങ്ങൾ പറമ്പിക്കുളം ഡാം കാണാൻ പോയി, പറമ്പിക്കുളം ഡാം കാണാൻ പോയപ്പോ ഭയങ്കര തമാശ. അതായത് 50 കിലോമീറ്റർ കാട്ടിൽ പോവാതെ ഒരു ബസ് എടുത്തിട്ട് പോണ ഒരു പരിപാടിയാണ്. ഒരു ഗൈഡ് നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ പോണ വഴിക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കൂട്ടുകാര്, ബ്രിട്ടീഷുകാർ വന്നായിരുന്നു ഈ ഡാം ഉണ്ടായി, മറ്റേ ഡാം ഉണ്ടായി എന്നൊക്കെ. പോണ വഴി കുഞ്ഞു കുഞ്ഞു ഡാമുകളുണ്ട്. ഇതൊക്കെ അവര് വന്നായിരുന്നു. അത് കാരണം തമിഴ്നാടിന് വെള്ളമായി, കേരളത്തിന് വെള്ളമായി എന്നൊക്കെ പറഞ്ഞു. അവസാനം എന്താ ഈ ലാസ്റ്റ് എന്താ ഈ പറമ്പിക്കുളം ഡാമുണ്ട്, വമ്പൻ ഡാമാ. അവിടെ ഈ ഗൈഡ് എണീറ്റിട്ട് പറയാ എന്താ കോൺഗ്രസ് 1985 75 കൊല്ലം ഓർമ്മയില്ല, കാമരാജ് എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു തമിഴ്നാട്ടില്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പൊളിറ്റീഷ്യനാണ്. ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ വല്ലം കൈയായിരുന്നു. അപ്പൊ ആളുടെ ടൈമിലാണ് എന്ത് ചെയ്തത് ഈ 5 ഡാം എവിടെ ഉണ്ടാക്കിയത്, തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയത്. ഇവിടെ വരണ വഴിക്ക് മുഴുവൻ ആരെ പൊളിച്ചുകൊണ്ടിരിക്കുക, ബ്രിട്ടീഷുകാരെ പൊളിച്ചുകൊണ്ടിരിക്കുക, തല്ലുകൂടി ഇവിടെ ഇരുന്നിട്ട് ഒരാൾ പറയണ കേസ്. അപ്പൊ നമ്മുടെ ഇന്ത്യക്കാരുടെ അവസ്ഥ കണ്ട നമ്മള് ആരില്ല അതല്ല പോണേ. ഈ സോഷ്യലൊക്കെ പഠിച്ചിട്ട് ഇതാണ് അവസ്ഥ. നമ്മുടെ സ്വന്തം രാജ്യത്തിനെ കുറിച്ച് എന്താ ഒരു മതിപ്പില്ല, സ്വന്തം രാജ്യത്തിലുള്ള കാര്യങ്ങളൊട്ട് അറിയൂല. അത് വലിയ പ്രശ്നം. അന്നാ വല്ലതും ചെയ്യാൻ നോക്കൂ, അതൊക്കെ പറ്റൂല, പറഞ്ഞിട്ട് കാര്യമില്ല. പാരാമെട്രിക് ഓരോടെ ചെയ്തിട്ട് പോകാനുള്ള സമയം. Find dy by dx. തന്നെ ചെയ്ത് കൊടുത്തേ. Find dy by dx. X equal to at square. Y equal to 2at. Question number example 35 ഇട്ടാ. തന്നെ ചെയ്ത് കൊടുത്തേ. ശരിയാക്കും നോക്കട്ടെ. ഇറങ്ങിക്കോ. ഇറങ്ങിക്കോ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇറങ്ങാം. നാളെ വരുമ്പോൾ ചെയ്തിട്ട് വരണം കേട്ടാ. ഇല്ലെങ്കിൽ തല്ലെന്നൊക്കെ പറയേണ്ടി വരുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. പക്ഷെ വേറെ മാർഗമില്ല. നമ്മൾ ആ രീതിയിൽ ആയതുകൊണ്ട് ചെയ്തിട്ട് വന്നോളാം. അങ്ങനെ അങ്ങോട്ട് അല്ലെങ്കിൽ കൊടുത്തേ ഉത്തരം പറഞ്ഞ മാഷക്ക് ടി വെച്ച് ചെയ്തോ കേട്ടാ. തീറ്റയ്ക്ക് പകരം എന്താ ടി വെച്ച് ചെയ്തോ. തീറ്റയ്ക്ക് പകരം ടി വെച്ച് ചെയ്യാം. ഈസി ആയിട്ട് ചെയ്യണം. നിസ്സാരം ചോദ്യം. നാളെ വരുമ്പോ
നാളെ നമ്മൾ ഫിസിക്സ് പഠിച്ചിട്ട് വരണുണ്ട്. അലുമിനിയം കണ്ടില്ലേ, നേരത്തെ പോയി പറയുന്നത്. നാളെ ഫിസിക്സ് പഠിച്ചു വരണുണ്ടോ? കിട്ടിന്റെ 1/10 മനസ്സിലായ? ഓക്കെ, അപ്പൊ ചെയ്യണ്ടായില്ല കിട്ടാത്തത്. അവിടെ മേഘദോഷം കിട്ടി, ആദ്യം കിട്ടിയില്ലേ? 1/10 കിട്ടിയാ മേഘദോഷം അത് കിട്ടാത്ത എളുപ്പമുള്ള നമുക്കല്ലേ? കഴിഞ്ഞ എടുത്ത് വെച്ചോ, ചെയ്തിട്ട് പോകും. ഇവിടെ നോക്കി, ആദ്യം നമുക്ക് dy/dx അല്ലേ? അത് സെല്ലായിരുന്നു. എന്ത് സെല്ലാണ്? dy/dx അല്ലേ? അത് ശരിയാവുന്നുണ്ട് കേട്ടോ. എന്തത് ശരിയാവാത്ത
ഡിടിക്ക് പകരം എന്താ ടി ആണെന്ന് പറഞ്ഞു. അപ്പൊ dy ബൈ dt ബൈ dx ബൈ dt. അപ്പൊ ആദ്യം dy ബൈ dt ചെയ്യാം. dy ബൈ dt ചെയ്യുമ്പോൾ എന്താ വരിക? d ബൈ dt ഓഫ് y. അവിടെയാണ് മാറിപ്പോയത്. y എന്താ 280. ലക്ഷരെ ചെയ്യേണ്ട അവിടെ തന്നെ കിട്ടിയ. അപ്പൊ ആര് കോൺസ്റ്റന്റാ? ഇവിടെ ശ്രദ്ധിക്കുക, ആര് കോൺസ്റ്റന്റാ? 2y കോൺസ്റ്റന്റാ. പിന്നെ ആരാ അവിടെ ഉള്ളത്? t. ടിയുടെ ഡിഫറൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു ടി എന്താ 1. അപ്പൊ ഏതിൽ നിർത്താം? 2y നിർത്താം. ഇനി ആരാ പറഞ്ഞത്? dx ബൈ dt. അപ്പൊ എന്താ വരിക? d ബൈ dt ഓഫ് x. x എന്താ? at സ്ക്വയർ. a മാറ്റി നിർത്തി. t സ്ക്വയറിന്റെ ഡിഫറൻഷ്യൽ എന്താ? 2t. അതൊക്കെ എഴുതണം കേട്ടോ, വിട്ട് കളയിരിക്കുമ്പോ. അപ്പൊ 2t. അപ്പൊ അത് ഭംഗിയാക്കി എഴുതുമ്പോൾ 280. എന്നിട്ട് ഒന്നും കൂടെ ഭാഷ എഴുതാണ് dy ബൈ dx ഈക്വൽ ടു കൂട്ടലോടെ ശ്രദ്ധിക്കുക. കിട്ടിയവരെ കൂടെ ശ്രദ്ധിക്കുക. എപ്പോഴും പറഞ്ഞിട്ടില്ല അഹങ്കാരം വേണ്ട, ഒക്കെ തെറ്റെത്ര നേരം വേണ്ട, ഒന്ന് ശ്രദ്ധിക്കുക പറയുമ്പോ. അപ്പൊ എന്താ വരിക? dy ബൈ dt ഡിവൈഡഡ് ബൈ dx ബൈ dt. dy ബൈ dt ക്ക് പകരം എന്ത് കൊടുക്കാം? 2a അല്ലെ. dx ബൈ dt ക്ക് പകരം എന്ത് കൊടുക്കാം? 280 അല്ലെ. ഇവിടെ ശ്രദ്ധിക്ക് മാറുമല്ലേ. അപ്പൊ 2 into 2 എന്തായി? ശ്രദ്ധിക്ക്. അപ്പൊ എന്താ വരിക? 1 ബൈ 2. ഇവർക്ക് തന്നെ കിട്ടിയ സത്യം പറഞ്ഞാൽ ഇത് കൈതാത്ത് ശരിക്കും കിട്ടിയൊരു മതി, നോണ വേണ്ട. സത്യം പറഞ്ഞിട്ട് മാത്രം ശരിക്കും കിട്ടിയ ഭാഷ എനിക്ക് കോൺഫിഡൻസ് ഉള്ള കുറച്ച് പേരുണ്ട്. ഉറപ്പാണോ? സ്വന്തം കിട്ടണ്ട സമയം എന്തായി? അതിന് വേണ്ട അല്ലെ. അപ്പൊ നാളെ വരുമ്പോ 2 കാര്യങ്ങൾ ചെയ്യണം. ഇന്ന് തുടങ്ങിയവര് അത് നോക്കണം കേട്ടോ, എഴുതി കൊണ്ടുവരണം. ഇന്ന് പിന്നെ നോക്കാൻ നിൽക്കുന്നില്ലേ. നാളെ വരുമ്പോ ഇന്നേക്ക് എഴുതാൻ പറഞ്ഞോട്ട് നാളെ കാണിച്ചു തരണം കേട്ടോ, കുഴപ്പമില്ല. പിന്നെ ഇത് പഠിക്കണം. ഫിസിക്സ് നാളെ ചോദിക്കും കേട്ടോ. ഇലക്ട്രോസ്റ്റാറ്റിക്സ് കുറച്ച് കൂളോംസിലെ വരെയുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുള്ളൂ, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ആ നാളേക്ക് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിച്ചിട്ട് വരും. താങ്ക് യു.